നമസ്കാരം, എല്ലാവരും ഓക്കെ അല്ലേ? ഇന്ന് പറയാൻ പോകുന്ന കഥ ഒരു പെൺകുട്ടീനെ ആരൊക്കെയോ ചേർന്ന് ആക്രമിക്കുന്നു. ഇത് ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റായ നമ്മുടെ നായകൻ സ്വപ്നത്തിലൂടെ കാണുന്നു. ശരിക്കും ഈ പെൺകുട്ടിയെ കാണാനില്ല. അവൾക്ക് എന്താണ് സംഭവിച്ചത്? ആരാണ് അവളെ ഉപദ്രവിച്ചത്? എന്താണ് അതിന് കാരണം? ഇതെല്ലാം സ്വപ്നത്തിലൂടെ കിട്ടുന്ന ക്ലൂകൾ വെച്ചിട്ട്, ക്ലൂകളോ അങ്ങനൊരു വാക്കുണ്ടോ? സ്വപ്നത്തിലൂടെ കിട്ടുന്ന ക്ലൂ എല്ലാം വെച്ചിട്ട് നമ്മുടെ നായകൻ കണ്ടുപിടിക്കുന്നു. ട്വിസ്റ്റും സസ്പെൻസും എല്ലാം നിറഞ്ഞ ആക്ഷൻ മിസ്റ്ററി ത്രില്ലർ സിനിമ 118 118. രചന KV ഗുഹൻ, മിർച്ചി കിരൺ. സംവിധാനം KV ഗുഹൻ. അപ്പോൾ ആരംഭിക്കലാങ്ങളാ. സിനിമ തുടങ്ങുന്നത് ഒരു മുറിയുടെ ഭിത്തിയിൽ തൂക്കിയിട്ടിരിക്കുന്ന ഒരു ഫോട്ടോയിലേക്ക് തലയിടിച്ച് താഴെ വീഴുന്ന ഒരു പെൺകുട്ടിയെ കാണിച്ചുകൊണ്ടാണ്. അവൾ ആരൊക്കെയോ ചേർന്ന് ഉപദ്രവിക്കുകയാണ്. അവളുടെ കയ്യിലും തലയിലുമൊക്കെ ഒരുപാട് രക്തമുണ്ട്. പിന്നീട് ഒരു വലിയ പാറക്കെട്ടിന് മുകളിൽ നിന്നും ഒരു കാർ 2 പേര് തള്ളി താഴെ വെള്ളത്തിലേക്ക് ഇടുന്നതും കാണിക്കുന്നു. ഇതെല്ലാം സ്വപ്നം കണ്ടുകൊണ്ട് നമ്മുടെ നായകൻ ഗൗതം ഉറക്കത്തിൽ നിന്നും ഞെട്ടി ഉണരുന്നു. സമയം നോക്കുമ്പോൾ രാത്രി 1:18. AC ഇട്ടിട്ടുണ്ടെങ്കിലും അവൻ വല്ലാതെ വിയർക്കുന്നുണ്ട്. അവൻ ഇപ്പോൾ ഉള്ളത് പാരഡൈസ് എന്ന റിസോർട്ടിൻ്റെ 118 നമ്പർ മുറിയിലാണ്. പിന്നീട് കാണിക്കുന്നത് 6 മാസങ്ങൾക്ക് ശേഷം. ഗൗതം കൂട്ടുകാരുടെ ഒപ്പം ഓഫ് റോഡ് ഡ്രൈവിങ്ങിലാണ്. അവൻ്റെ വണ്ടി ഒരു കിടിലൻ എൻഡേവറാണ്. കൂട്ടുകാരൻ്റെ വണ്ടി വഴിയിൽ ചെളിയിൽ പൂണ്ടുപോയപ്പോൾ അവനത് അവിടെ നിന്നും കയറ്റാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഗൗതം ഒരു ചാനലിൽ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റായിട്ടാണ് ജോലി ചെയ്യുന്നത്. അപ്പോഴാണ് 2-3 ആംബുലൻസുകൾ അതുവഴി പോകുന്നത് കാണുന്നത്. ഒരു ആംബുലൻസിൻ്റെ നമ്പർ അവൻ ഫോട്ടോ എടുത്ത് അവൻ്റെ ബോസിന് അയച്ചു കൊടുത്തിട്ട് ആ നമ്പർ ഒന്ന് ചെക്ക് ചെയ്യാനും അതുപോലെ അവിടെ അടുത്ത് എവിടെയെങ്കിലും എന്തെങ്കിലും അപകടം സംഭവിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിച്ച് പറയാമോ എന്നും ചോദിക്കുന്നു. അല്പസമയം കഴിഞ്ഞ് ബോസ് തിരിച്ചു വിളിച്ചിട്ട് അങ്ങനെ ഒരു അപകടം ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നും ആ നമ്പർ ഫേക്ക് ആണെന്നും ഗൗതമിനോട് പറയുന്നു. ഉടൻ തന്നെ ഗൗതം ആ ആംബുലൻസിനെ ഫോളോ ചെയ്തു പോകുന്നുണ്ട്. ആംബുലൻസുകൾ വന്നു നിന്നത് ഒരു ഒഴിഞ്ഞ കാട്ടുപ്രദേശത്തെ ഒരു ഗോഡൌണിന് മുമ്പിലായിരുന്നു. ആ ആംബുലൻസുകൾ നിറയെ കള്ളപ്പണമായിരുന്നു. ഗൗതം ബോസിന് ഫോണിൽ വിളിച്ച് ജോയിന്റ് കമ്മീഷനെ വിവരം അറിയിച്ച് നമ്മുടെ സ്റ്റാഫിനെയും അങ്ങോട്ട് പറഞ്ഞു വിടാൻ പറഞ്ഞ് അതെല്ലാം അവൻ്റെ മൊബൈൽ ഷൂട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ അത് അവിടെയുള്ള 2 പേര് കാണുന്നുണ്ട്. അതിലൊരാൾ ഹോം മിനിസ്റ്ററുടെ അനിയനായിരുന്നു. ഗൗതം അതെല്ലാം ഷൂട്ട് ചെയ്തുകൊണ്ട് തന്നെയുള്ള ഒരു ഗംഭീര ഫൈറ്റാണ് അടുത്തത്. അങ്ങനെ ഗുണ്ടകളെല്ലാം ഇടിച്ചിട്ട് പിന്നീട് ആ ന്യൂസ് അവൻ്റെ ചാനലിൽ കാണിക്കുന്നു. അടുത്ത ദിവസം ഓഫീസിലെത്തിയ ഗൗതമിനെ ബോസും സഹപ്രവർത്തകരും എല്ലാവരും പ്രശംസിക്കുന്നുണ്ട്. ബോസ് ഹാപ്പിയാണ്. കാരണം ആ ന്യൂസ് കൊണ്ട് അവരുടെ ചാനലിൻ്റെ റേറ്റിംഗ് കൂടി. ചാനലിൻ്റെ 10ാം വാർഷികമായിരുന്നു. അന്ന് രാത്രി അതിൻ്റെ പാർട്ടി ബോസ് അറേഞ്ച് ചെയ്യുന്നുണ്ട്. എല്ലാവരും ആഘോഷിക്കുന്നു. അതിൽ ജോയിന്റ് കമ്മീഷണറുണ്ട്. അദ്ദേഹം അവരുടെ എല്ലാം ഒരു സുഹൃത്തായിരുന്നു. ആ കള്ളപ്പണക്കാരെ അദ്ദേഹമാണ് അറസ്റ്റ് ചെയ്തത്. നിനക്ക് എന്ത് സഹായം വേണമെങ്കിൽ എന്നെ വിളിച്ചാൽ മതി എന്ന് അവിടെ വെച്ച് കമ്മീഷണർ ഗൗതത്തിനോട് പറയുന്നുണ്ട്. ആ പാർട്ടി നടക്കുന്നത് ഗൗതം സിനിമയുടെ തുടക്കത്തിൽ കിടന്നുറങ്ങിയ അതേ റിസോർട്ടിൽ തന്നെയായിരുന്നു, പാരഡൈസ് റിസോർട്ട്. അങ്ങനെ പാർട്ടിയെല്ലാം കഴിഞ്ഞ് രാത്രി റിസോർട്ടിൻ്റെ ഒരു റൂമിലേക്ക് കിടക്കുവാൻ ഗൗതം എത്തുന്നു. TV ഓൺ ചെയ്യുമ്പോൾ അതിൽ ഹോം മിനിസ്റ്റർ ഇരുന്ന് കള്ളപ്പണത്തിനെക്കുറിച്ച് ന്യായീകരിക്കുന്ന വാർത്ത കണ്ട് അവൻ ചിരിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് അവൻ ഉറങ്ങാൻ കിടക്കുന്നു. ഉറക്കത്തിൽ 6 മാസങ്ങൾക്ക് മുമ്പ് കണ്ട അതേ സ്വപ്നം അവൻ വീണ്ടും കാണുന്നു. ഒരു പെൺകുട്ടി ആരൊക്കെയോ ഉപദ്രവിക്കുന്നു, ഏതോ ഡോക്യുമെന്റ്സ് കത്തിക്കുന്നു, ഏതോ ഒരു ലോഗമുള്ള ഒരു ഗേറ്റ് കാണുന്നു. അവസാനം പാറയുടെ മുകളിൽ നിന്നും ഒരു കാറ് തള്ളി താഴെ വെള്ളത്തിലേക്ക് ഇടുന്നു. ഇതെല്ലാം കണ്ടുകൊണ്ട് അവൻ വീണ്ടും ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണരുന്നുണ്ട്. സമയം 1:18. പഴയതുപോലെ തന്നെ AC ഇട്ടിട്ടുണ്ടെങ്കിലും അവൻ വല്ലാതെ വിയർക്കുന്നുണ്ട്. അല്പം വെള്ളം കുടിച്ച് ഗൗതം വീണ്ടും കിടന്നുറങ്ങുന്നു. രാവിലെ കോളിംഗ് ബെൽ അടിക്കുന്നത് കേട്ടാണ് അവൻ ഉണരുന്നത്. അത് അവൻ്റെ കൂട്ടുകാരനായിരുന്നു. സമയം 8:30 വേഗം റെഡിയാവാൻ പറഞ്ഞിട്ട് അയാൾ പോകുന്നു. അങ്ങനെ അവൻ പോകാനായിട്ട് തയ്യാറായി പാക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഭിത്തിയിൽ തൂക്കിയിട്ടിരിക്കുന്ന ഒരു ചിത്രം കാണുന്നത്. അത് കണ്ട് മുറിക്ക് ചുറ്റും നോക്കുന്ന അവൻ അതെല്ലാം അവൻ്റെ സ്വപ്നത്തിലും കണ്ട പോലെ തോന്നുന്നു. അങ്ങനെ എന്തെല്ലാമോ ആലോചിച്ച് അവൻ മുറിക്ക് പുറത്ത് വന്ന് തിരിഞ്ഞു നോക്കുമ്പോഴാണ് ആ റൂം നമ്പർ കാണിക്കുന്നത്. അതവൻ 6 മാസങ്ങൾക്ക് മുമ്പ് താമസിച്ച അതേ മുറി തന്നെയായിരുന്നു. റൂം നമ്പർ 118. തിരിച്ചു പോകുന്ന വഴി കാറിൽ വെച്ച് കൂട്ടുകാരനോട് അവൻ കണ്ട സ്വപ്നത്തെക്കുറിച്ച് ഗൗതം പറയുന്നുണ്ട്. ഒരു പെണ്ണിനെ കുറേ പേർ ചേർന്ന് ടോർച്ചർ ചെയ്യുന്നു. അത് സ്വപ്നം പോലെ എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇതേ സ്വപ്നം തന്നെ എനിക്ക് മുമ്പും വന്നിട്ടുണ്ട്. 6 മാസം മുമ്പ് രവിയുടെ കല്യാണം ഇതേ റിസോർട്ടിൽ വെച്ചായിരുന്നു. അന്ന് ഞാൻ കിടന്നത് ഇതേ റൂമിൽ തന്നെയായിരുന്നു, റൂം നമ്പർ 118. അന്നും എനിക്ക് ഇതേ സ്വപ്നം തന്നെയാണ് വന്നത് എന്നവൻ പറയുന്നു. എന്നാൽ കൂട്ടുകാരൻ ഇതെന്തെങ്കിലും പ്രേതബാധയായിരിക്കും, നീ വീട്ടിൽ ചെന്ന് പ്രാർത്ഥിച്ച് റിലാക്സ് ആവാൻ നോക്ക്, ഈ വഴി ഇനി വരണ്ട എന്നും പറയുന്നു. എന്നാൽ ഗൗതം പിന്നീട് ഓഫീസിൽ വെച്ച് ഇതേപോലെ വ്യത്യസ്തമായ സ്വപ്നങ്ങൾ കണ്ടിട്ടുള്ള ആളുകളുടെ ഡീറ്റെയിൽസ് മിസ്റ്റിക് ഡ്രീംസ് എന്നൊരു വെബ്സൈറ്റിൽ നിന്ന് എടുത്ത് കൂട്ടുകാരനെ കാണിക്കുന്നു. അതിൽ പലർക്കും പല രീതിയിൽ വന്നിട്ടുള്ള സ്വപ്നങ്ങളുടെ ഡീറ്റെയിൽസ് അവർ ഷെയർ ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു സൈക്യാട്രിക് ഡോക്ടറുടെ വീഡിയോ ഉണ്ടായിരുന്നു, ഡോക്ടർ ആത്മാറാം. അദ്ദേഹം സ്വപ്നങ്ങളെക്കുറിച്ച് പറയുന്ന വീഡിയോ കണ്ടിട്ട് ആ ഡോക്ടറെ കാണണമെന്ന് പറഞ്ഞ് ഗൗതം കൂട്ടുകാരനെ വിളിച്ച് അദ്ദേഹത്തെ കാണാൻ ചെല്ലുന്നു.
അദ്ദേഹത്തോട് അവൻ ആ സ്വപ്നത്തിനെക്കുറിച്ചെല്ലാം വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബ്രെയിൻ ഒരു ഹാർഡ് ഡിസ്ക് പോലെയാണ്, എല്ലാ ഓർമ്മകളും അതിൽ സ്റ്റോർ ആവും, അതുപോലെ തന്നെ കണ്ട സ്വപ്നങ്ങളും എന്ന് ഡോക്ടർ ഗൗതമിനോട് പറയുന്നു. അപ്പോൾ ഗൗതം പറയുന്നുണ്ട്, ഡോക്ടർ, ആ പെൺകുട്ടി എനിക്കറിയില്ല, ഞാൻ എവിടെയും കണ്ടിട്ടില്ല. അത് മാത്രമല്ല 2 പ്രാവശ്യവും എനിക്ക് അതേ സ്വപ്നം തന്നെയാണ് വന്നത്. അതെന്തുകൊണ്ടാണ് എന്ന് ചോദിക്കുമ്പോൾ, ആദ്യം നീ കണ്ട സ്വപ്നം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു, അതുകൊണ്ട് അത് നിന്റെ തലച്ചോറിൽ സ്ട്രോങ് ആയി സ്റ്റോറായി. വീണ്ടും അതേ മുറിയിൽ അതേ അറ്റ്മോസ്ഫിയറിൽ നീ ചെന്നപ്പോൾ നിന്റെ ബ്രെയിൻ ആ ഓർമ്മകൾ വീണ്ടും നിനക്ക് കാണിച്ചു തന്നു. അത്രയേ ഉള്ളൂ. ഞങ്ങളിപ്പോൾ സ്വപ്നങ്ങളെ പിക്ചറൈസ് ചെയ്യാനുള്ള പരീക്ഷണത്തിലാണ്. അതുമൂലം കോമ പേഷ്യൻസിന്റെ തലച്ചോറിന്റെ പ്രവർത്തനങ്ങളെല്ലാം അറിയാൻ സാധിക്കും. മാത്രമല്ല അതിന്റെ അടുത്ത ലെവൽ ഏതൊരു സാധാരണ മനുഷ്യനും ഒരു ഡോക്ടറുടെയും സഹായം കൂടാതെ സ്വയം സ്വപ്നത്തിന്റെ ഉള്ളിൽ ചെന്ന് അതിന്റെ ഭാഗമാകാനും കഴിയും. നിനക്കത് ട്രൈ ചെയ്യണമെന്ന് ഡോക്ടർ ചോദിക്കുമ്പോൾ, വേണ്ട ഡോക്ടർ എന്ന് പേടിച്ച് അദ്ദേഹത്തോട് പറഞ്ഞ് എനിക്ക് വന്ന സ്വപ്നങ്ങൾ സീരിയസ് ആയി എടുക്കണോ വേണ്ടയോ എന്ന് ചോദിക്കുമ്പോൾ, അതൊന്നും സീരിയസ് ആയിട്ട് എടുക്കണ്ട, നിന്റെ തലച്ചോറ് നിനക്ക് കാണിച്ചു തന്ന ഒരു ത്രിൽ ഫിലിം പോലെ കണ്ടാൽ മതി എന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്നും പറഞ്ഞയക്കുന്നു. അടുത്തത് കാണിക്കുന്നത് അവന്റെ വീട്ടിലെ മുറിയിൽ ഒളിച്ചു നിന്ന കാമുകി മേഘയെ അവളുടെ പെർഫ്യൂമിന്റെ മണം വെച്ച് കണ്ടുപിടിക്കുന്ന ഗൗതമിനെയാണ്. പിന്നെ അവർ തമ്മിലുള്ള ഒരു അടിപൊളി ലവ് സോങ്. പിന്നീട് കാണിക്കുന്നത് കാറിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഗൗതമിനെ ആ കള്ളപ്പണ കേസിലെ ആളുകളുടെ ഗുണ്ട ഒരു ലോറിയിൽ വന്ന് ഇടിച്ചു കൊല്ലാൻ ശ്രമിക്കുന്നതാണ്. ഗൗതം ആ വണ്ടിയുടെ നമ്പർ ഫോട്ടോ എടുത്ത് ബോസിന് അയച്ചു കൊടുക്കുന്നുണ്ട്. എങ്ങനെയൊക്കെയോ ആ ലോറിയിൽ നിന്ന് അവൻ രക്ഷപ്പെട്ട് കഴിയുമ്പോൾ ബോസ് തിരിച്ചു വിളിച്ച് ആ നമ്പർ ജോയിന്റ് കമ്മീഷണർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്, അദ്ദേഹം അവരെ പൊക്കിക്കൊള്ളും, നീ സേഫ് അല്ലേ, ഇപ്പോൾ എവിടെയാണോ ഉള്ളത് എന്ന് ഗൗതമിനോട് ചോദിക്കുമ്പോൾ, ടൗണിന് പുറത്തുള്ള ഏതോ സ്ഥലത്താണെന്നും ഞാൻ ഇപ്പോൾ ഓക്കെയാണ്, 1 മണിക്കൂറിനുള്ളിൽ ഓഫീസിലെത്തുമെന്ന് അദ്ദേഹത്തോട് പറഞ്ഞ് ഫോൺ വയ്ക്കുന്നു. എന്നിട്ട് ഗൂഗിൾ മാപ്പ് നോക്കി വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അവൻ സ്വപ്നത്തിൽ കണ്ട ആ പാറക്കെട്ട് കാണുന്നത്. അവൻ അങ്ങോട്ട് ചെന്ന് ആ പാറക്കെട്ടിൽ നിന്ന് താഴെ വെള്ളത്തിലേക്ക് ചാടി അതിന്റെ അടിത്തട്ടിൽ ചെന്ന് പരിശോധിക്കുമ്പോൾ അവിടെ ഒരു കാറ് കാണുന്നു. ആ കാറിന്റെ അകത്തും ഡിക്കിയിലും ബോണറ്റിലും എല്ലാം പരിശോധിക്കുന്നുണ്ട്. പക്ഷെ അതിലൊന്നും കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. തിരിച്ച് ഓഫീസിലെത്തി അവൻ കൂട്ടുകാരനോട് പറയുന്നുണ്ട്, സ്വപ്നത്തിൽ ഞാൻ കണ്ട അതേ കാർ തന്നെയാണത്, നമുക്ക് ആ പെൺകുട്ടിയെക്കുറിച്ച് എന്തെങ്കിലും അറിയണമെങ്കിൽ ആ കാർ പുറത്തെടുക്കണം, ജോയിന്റ് കമ്മീഷൻ എന്റെ ഫ്രണ്ട് ആയതുകൊണ്ട് അദ്ദേഹത്തോട് സഹായം ചോദിക്കാം എന്ന് പറയുന്നു. അടുത്തത് കാണിക്കുന്നത് ആ പാറക്കെട്ടിലെ വെള്ളത്തിൽ നിന്നും പുറത്തേക്ക് എടുക്കുന്ന ആ കാറാണ്. അത് ഒരുപാട് നാൾ വെള്ളത്തിൽ കിടന്ന പോലെ തുരുമ്പെടുത്തിട്ടുണ്ടായിരുന്നു. എങ്കിലും അതൊരു സിൽവർ കളർ ഫോർഡ് ഐക്കൺ കാറാണെന്ന് മനസ്സിലാക്കിയ കമ്മീഷണർ ഇതുപോലെ ഒരു കാർ മോഷണം പോയ പരാതി കിട്ടിയിട്ടുണ്ടോ എന്ന് എല്ലാ സ്റ്റേഷനിലും അന്വേഷിക്കാനായിട്ട് ഫോൺ ചെയ്ത് പറയുന്നു. ഈ കാർ പുറത്തെടുക്കുന്ന വാർത്ത ടിവിയിൽ കണ്ട ഒരാൾ പേടിയോടെ വില്ലന്റെ ആളെ വിളിച്ച്, ഒരു കുഴപ്പം ഉണ്ടാവില്ല എന്ന് നീ പറഞ്ഞിട്ട് ഈ വാർത്ത നീ കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ കണ്ടു, നീ പേടിക്കണ്ട, ഞാനെല്ലാം നോക്കിക്കോളാം, ഫോൺ വയ്ക്കുക എന്ന് പറഞ്ഞ് ഒരു പ്രൈവറ്റ് ജെറ്റിൽ പറന്നുകൊണ്ടിരിക്കുന്ന ഒരു അപ്പൂപ്പനെ ഈ കാര്യം പറയാൻ വിളിക്കുന്നു. ഈ അപ്പൂപ്പനാണ് നമ്മുടെ വില്ലൻ. പൊളി ലുക്കല്ലേ? എന്നാൽ അപ്പൂപ്പൻ വില്ലൻ, ഈ വാർത്ത നിനക്ക് 10 മിനിറ്റ് മുമ്പേ ഞാൻ അറിഞ്ഞു, തൽക്കാലം നീ ഒന്നും ചെയ്യണ്ട, എന്തെങ്കിലും ചെയ്യാൻ നിന്നാൽ അവർ കൂടുതൽ അന്വേഷിക്കും, അതുകൊണ്ട് അവരെന്താണ് ചെയ്യുന്നതെന്ന് വാച്ച് ചെയ്താൽ മാത്രം മതി എന്ന് പറയുന്നു. പിന്നീട് ഗൗതമിന്റെ ബോസ്, ഹോം മിനിസ്റ്ററുടെ അനിയന്റെ ആളുകൾ ഇനി നിന്റെ കാര്യത്തിൽ ഇടപെടില്ല, ഞാൻ മുഖ്യമന്ത്രിയായിട്ട് സംസാരിച്ചിട്ടുണ്ട്, നിനക്ക് നിന്റെ പുതിയ കേസുമായി ധൈര്യമായിട്ട് മുന്നോട്ട് പോകാം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ജോയിന്റ് കമ്മീഷണർ ഗൗതമിനെ വിളിച്ചിട്ട് ആ കാറിന്റെ കാര്യം പറയുന്നുണ്ട്. കാർ മിസ്സിംഗ് കേസ് ഒരു സ്റ്റേഷനിൽ രജിസ്റ്റർ ആയിട്ടുണ്ട്, പക്ഷെ അത് വെറും ഒരു കാർ മിസ്സിംഗ് മാത്രമല്ല, കൂടി ഒരു ഗേൾ മിസ്സിംഗ് കേസ് കൂടി ഉണ്ടെന്ന്. പിന്നീട് കാണിക്കുന്നത് പോലീസുകാർ കൊണ്ടുവന്ന ആ കാർ പരിശോധിക്കുന്ന ഒരു ചർച്ച് ഫാദറിനെയാണ്. ഗൗതം കൂട്ടുകാരൻ ആ സമയം അങ്ങോട്ട് വരുന്നുണ്ട്. അദ്ദേഹം കാർ പരിശോധിച്ചിട്ട് കുരിശ് വരച്ച് പോലീസുകാരനോട് അതെ എന്ന രീതിയിൽ തല കുലുക്കുന്നുണ്ട്. എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടിയാൽ താങ്കളെ അറിയിക്കാം എന്ന് പറഞ്ഞ് ഫാദറിനെ പോലീസുകാരൻ പറഞ്ഞു വിടുന്നു. ഗൗതമിന്റെ കൂട്ടുകാരൻ ഇപ്പൊ വരെ എന്ന് പറഞ്ഞ് ആ പോലീസുകാരന്റെ പുറകെ പോകുന്നുണ്ട്. കുറച്ചു കഴിഞ്ഞ് അവൻ മിസ്സിംഗ് ആയ പെൺകുട്ടിയുടെ മുഴുവൻ ഡീറ്റെയിൽസ് ആയിട്ട് തിരിച്ചു വരുന്നു. ആ പെൺകുട്ടിയുടെ പേര് എസ്തർ. ആ ഫാദറിന്റെ ഓർഫനേജിലാണ് അവൾ ഉണ്ടായിരുന്നത്. ഒക്ടോബർ 6 മുതൽ അവളെ കാണുവാനില്ല. അവളുടെ ഫോട്ടോയും കൂട്ടുകാരൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആവേശത്തോടെ അത് മേടിച്ച് തുറന്നു നോക്കുന്ന ഗൗതം പക്ഷെ സ്വപ്നത്തിൽ കണ്ട പെൺകുട്ടിയല്ലായിരുന്നു ആ ഫോട്ടോയിൽ കണ്ടത്. അതുകൊണ്ട് അവൻ ആകെ നിരാശനാവുന്നു. അവിടുന്ന് മേഘയുടെ വീട്ടിലെത്തിയ ഗൗതവും കൂട്ടുകാരനും ഇതേക്കുറിച്ച് തന്നെയാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ ഗൗതമിന്റെയും മേഘയുടെയും കല്യാണത്തിന് വേണ്ടിയുള്ള ഡ്രസ്സെല്ലാം എടുത്തിട്ടുണ്ട്. കല്യാണക്കുറി പ്രിന്റ് ചെയ്ത് കാണിക്കുവാനായി ഗൗതമിന്റെ അടുത്തെത്തുന്ന മേഘയോടും കൂട്ടുകാരനോട് ഗൗതം പറയുന്നു, ഞാൻ സ്വപ്നത്തിൽ കണ്ട ആ പാറക്കെട്ടും താഴെ വെള്ളത്തിൽ നിന്ന് കിട്ടിയ കാറും എല്ലാം സത്യമായി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ സ്വപ്നത്തിൽ കണ്ട പെണ്ണും ഈ കാറിന്റെ ഒപ്പം മിസ്സായ പെണ്ണും തമ്മിൽ എന്തോ ബന്ധമുണ്ട്, അത് കണ്ടുപിടിക്കണമെന്ന്. അങ്ങനെ ഗൗതവും കൂട്ടുകാരനും കാറ് തിരിച്ചറിഞ്ഞ് ആ ഫാദറിനെ കാണാനായി ചർച്ചിലേക്ക് ചെല്ലുന്നു. അതൊരു ഓർഫനേജ് കൂടിയാണ്. ഫാദർ ചില ഫയലുകൾ ഓഫീസിൽ കൊടുത്തേക്കെന്ന് പറഞ്ഞ് ഒരു സിസ്റ്ററിനെ ഏൽപ്പിച്ചിട്ട് എസ്തറിനെ കുറിച്ച് ഗൗതമിനോട് സംസാരിക്കുന്നുണ്ട്. 4 വയസ്സ് മുതൽ എസ്തർ ഈ ഓർഫനേജിലുണ്ട്. ഇവിടെയാണ് അവൾ പഠിച്ചതും വളർന്നതെല്ലാം. ഇവിടുത്തെ കുട്ടികൾക്ക് അവളാണ് ക്ലാസ്സുകൾ കൊടുത്തിരുന്നത്. എനിക്കും ഒരു സഹായമായിരുന്നു. ആ കാർ ഓർഫനേജിന്റെ വകയാണ്, എന്തെങ്കിലും ആവശ്യമുള്ളപ്പോൾ അവൾ എടുത്തിട്ട് പോകാറുണ്ട് എന്ന് ഫാദർ പറയുന്നു. അവൾ മിസ്സായ ദിവസം ആരെങ്കിലും കാണാൻ പോകുന്നുണ്ട് എന്ന് പറഞ്ഞായിരുന്നു എന്ന് ഗൗതം ചോദിക്കുമ്പോൾ ഇല്ല എന്ന് ഫാദർ പറയുന്നു. ബന്ധുക്കളോ സുഹൃത്തുക്കളോ
അങ്ങനെ ആരെങ്കിലും എസ്തറിനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതുമില്ല എന്ന് അദ്ദേഹം മറുപടി പറയുന്നുണ്ട്. അവളുടെ മുറി ഒന്ന് കാണാൻ സാധിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ അവിടെ മാതാവിൻ്റെ ഒരു ഫോട്ടോയും കുറച്ച് പുസ്തകങ്ങളും വസ്ത്രങ്ങളും അല്ലാതെ വേറെ ഒന്നുമില്ല. അതുകൊണ്ട് കഴിഞ്ഞ 3 മാസമായിട്ട് ഞങ്ങൾ അതൊരു ക്ലാസ് റൂം ആക്കിയിരിക്കുകയാണ്. പിന്നെ എനിക്ക് കുറച്ച് ജോലികൾ കൂടി ഉണ്ടായിരുന്നു എന്ന് ഫാദർ പറയുമ്പോൾ താങ്ക് യു ഫാദർ എന്നും പറഞ്ഞ് ഗൗതം കൂട്ടുകാരന് പുറത്തേക്ക് വരുന്നു. 8 മാസം മുമ്പ് കാണാതെ പെൺകുട്ടി ഇനി തിരിച്ചു വരില്ല എന്ന് ഉറപ്പിച്ച് അദ്ദേഹം ആ മുറി ക്ലാസ് റൂം ആക്കി. എനിക്ക് ആ ഫാദറിന്റെ സംസാരത്തിലും നോട്ടത്തിലും എന്തൊക്കെയോ സംശയങ്ങളുണ്ട്. അദ്ദേഹത്തിന് ഇതുമായിട്ട് എന്തെങ്കിലും ബന്ധം ഉണ്ടായിരിക്കുമോ എന്ന് കൂട്ടുകാരൻ ഗൗതമിനോട് സംശയം പറയുന്നുണ്ട്. എന്തായാലും ഗൗതം ഈ കേസിനെ കുറിച്ച് കൂടുതൽ അന്വേഷിക്കാനായിട്ട് തീരുമാനിക്കുന്നുണ്ട്. അവൻ ഒരുപാട് വിവരങ്ങൾ കളക്ട് ചെയ്യുന്നുണ്ട്. പിന്നീട് ഓഫീസിൽ ഫാദറിന്റെ അടുത്ത് നിന്ന് വന്നതിന് ശേഷം എന്തിനാണെന്ന് ഇത്രയും ടെൻഷൻ അടിച്ചിരിക്കുന്നത് എന്ന് കൂട്ടുകാരൻ ചോദിക്കുമ്പോൾ എസ്തറിനെ പറ്റി എന്തെങ്കിലും വിവരം കിട്ടിയിരുന്നെങ്കിൽ എന്റെ സ്വപ്നത്തിൽ വരുന്ന പെൺകുട്ടിയെക്കുറിച്ചും എന്തെങ്കിലും ഒരു ക്ലൂ കിട്ടിയേനെ. പക്ഷെ ഒന്നും നടക്കുന്നില്ല. അതാണ് അവന്റെ ടെൻഷൻ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് അവനൊരു ഫോൺ വരുന്നുണ്ട്. അതിൽ അവന്റെ അമ്മയ്ക്ക് സുഖമില്ല എന്നറിഞ്ഞ് അവൻ ഉടനെ തന്നെ മേഘയും കൂട്ടുകാരൻ്റെയും കൂട്ടി അമ്മയെ കാണാൻ വീട്ടിലേക്ക് ചെല്ലുന്നു. അമ്മ BP കൂടി തലയിറങ്ങി വീണു. ഇപ്പോൾ ഓക്കെയാണ്. അവർ ഭക്ഷണമെല്ലാം കഴിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗൗതമിൻ്റെ അമ്മാവൻ ചേച്ചിയുടെ വിശേഷം അറിയാനായിട്ട് അമ്മയെ വീഡിയോ കോൾ ചെയ്യുന്നുണ്ട്. അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഗൗതം വീഡിയോ കോളിൽ അമ്മാവൻ്റെ പുറകിൽ തൂക്കിയിട്ടിരിക്കുന്ന കലണ്ടറിൽ ഒരു ലോഗോ കാണുന്നത്. പെട്ടെന്നാണ് അവൻ ഓർമ്മ വരുന്നത് ഇതേ ലോഗോ തന്നെയാണ് അവൻ അന്ന് സ്വപ്നത്തിൽ കണ്ട ഗേറ്റിലുണ്ടായിരുന്ന ലോഗോയും. അവൻ ഉടനെ തന്നെ അമ്മാവൻ്റെ വീട്ടിലേക്ക് എത്തുന്നുണ്ട്. ആ ലോഗോ ഒരു പ്രിന്റിംഗ് പ്രസിൻ്റെ ആയിരുന്നു. അതെവിടെയാണെന്ന് അമ്മാവനോട് ചോദിക്കുമ്പോൾ ആ പ്രസ് പൂട്ടിയിട്ട് 6 മാസമായി എന്ന് അമ്മാവൻ മറുപടി പറയുന്നു. അവർ ഉടനെ തന്നെ ആ പൂട്ടിയ പ്രസ്സിലേക്ക് ചെല്ലുന്നുണ്ട്. അതിൻ്റെ ഗേറ്റ് അവൻ സ്വപ്നത്തിൽ കണ്ട അതേ ഗേറ്റ് തന്നെയായിരുന്നു. ആ ലോഗോയും ആ ഗേറ്റിലുണ്ടായിരുന്നു. അവർ 3 പേരും പൂട്ടിക്കിടന്ന കെട്ടിടത്തിൻ്റെ ഉള്ളിലേക്ക് ചെല്ലുന്നു. അവിടെ ആകെ മാറാല പിടിച്ച് കിടക്കുകയായിരുന്നു. പ്രിന്റ് ചെയ്ത കുറെ പേപ്പറുകളും നോട്ടീസുകളും എല്ലാം ഉണ്ടായിരുന്നു. പെട്ടെന്ന് മേഘയുടെ കൈ തട്ടി കുറെ പേപ്പർ കെട്ടുകൾ താഴേക്ക് വീഴുന്നുണ്ട്. അതിലേക്ക് നോക്കി ഗൗതം ഞെട്ടുന്നു. ആ പേപ്പറിൽ അവൻ സ്വപ്നത്തിൽ കണ്ട അതേ പെൺകുട്ടി. അവളുടെ പേര് ആദ്യ. അവൾ മിസ്സിംഗ് ആണ് എന്നുള്ള നോട്ടീസായിരുന്നു അത്. അവിടെ നിന്ന് അവർ നേരെ ആദ്യയുടെ വീട്ടിലേക്ക് ചെല്ലുന്നു. അവളെക്കുറിച്ചുള്ള വിവരമായി വന്നാണ് അവരെന്ന് വിചാരിച്ച് അവളുടെ അച്ഛൻ അവരെ സന്തോഷത്തോടെ അകത്തേക്ക് ക്ഷണിക്കുന്നുണ്ട്. പക്ഷേ അവർ ആദ്യയെക്കുറിച്ചുള്ള വിവരമായിട്ട് വന്നതല്ല, അവളെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ അറിയാൻ വന്നാണ് എന്ന് ഗൗതം ആദ്യയുടെ അച്ഛനോട് പറയുന്നു. 8 മാസമായി ആദ്യയെ കാണാതായിട്ട്. അവളുടെ അച്ഛൻ എല്ലായിടത്തും അന്വേഷിച്ചു, പോലീസിൽ കംപ്ലൈൻറ്റും ചെയ്തു. എന്നിട്ടും ഫലമൊന്നും ഉണ്ടായില്ല. ആദ്യയെ കാണാതെ വിഷമത്തിൽ അവളുടെ അമ്മയും കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയി. അവളുടെ മുറി അച്ഛൻ അവർക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ആദ്യം സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിരുന്നു. പക്ഷേ അവൾക്കിഷ്ടം ട്രാവലിംഗ് ആയിരുന്നു. അതുകൊണ്ട് ആ ജോലി വിട്ട് എപ്പോഴും ട്രാവൽ ചെയ്ത് കിട്ടുന്ന ഏത് ജോലിയും ചെയ്ത് സന്തോഷത്തോടെ ജീവിക്കുകയായിരുന്നു അവൾ. ആദ്യം എന്നാണ് അവസാനമായി കണ്ടതെന്ന് ഗൗതം ചോദിക്കുമ്പോൾ ഒക്ടോബർ 5 അവളുടെ അമ്മയുടെ പിറന്നാളായിരുന്നു. അന്ന് കേക്കുമായി വന്ന് ഞങ്ങൾ ഒരുമിച്ച് ആഘോഷിച്ചിരുന്നു എന്ന് അച്ഛൻ പറയുന്നു. അന്ന് ജീവിതത്തിൽ ചില സമയങ്ങളിൽ എന്ത് തീരുമാനം എടുക്കണമെന്ന് അറിയാത്തപ്പോൾ മനസ്സിന് ഇഷ്ടമുള്ളത് ചെയ്യണോ അതോ നമ്മൾക്ക് ഏത് നല്ലത് വരുമോ അത് ചെയ്യണോ എന്ന് ആദ്യം ചോദിച്ചപ്പോൾ നമ്മളുടെ മനസ്സിന് പിടിച്ചത് മാത്രം ചെയ്യണം എന്ന് പറഞ്ഞായിരുന്നു എന്ന് അച്ഛൻ പറയുന്നു. എന്തിനായിരുന്നു അവൾ അന്ന് അങ്ങനെ ചോദിച്ചതെന്ന് അറിയില്ലെന്നും പിന്നീട് അവളെ കണ്ടിട്ടില്ലെന്നും അദ്ദേഹം സങ്കടത്തോടെ പറയുന്നു. ഇപ്പോഴും ആദ്യം തിരിച്ചു വരും എന്ന വിശ്വാസത്തിൽ ജീവിക്കുകയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ സങ്കടം കണ്ട് മേഘയും കൂട്ടുകാരനും എങ്ങനെയെങ്കിലും ആദ്യം കണ്ടുപിടിക്കണമെന്ന് ഗൗതമിനോട് പറയുന്നു. പോലീസ് റെക്കോർഡ് പ്രകാരം ആദ്യം എസ്തറും ഒരേ ദിവസം ഒക്ടോബർ 6 കാണാതെ പോയിരിക്കുന്നത്. എസ്തറിന് എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല. പക്ഷേ ആദ്യം ഒന്നില്ലെങ്കിൽ റിസോർട്ടിലെ 118 എന്ന മുറിയിൽ താമസിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അവിടെ താമസിച്ച് ആരെയോ കാണുവാനായിട്ട് ചെന്നിട്ടുണ്ട്. അന്ന് ആ മുറിയിൽ താമസിച്ചത് ആരാണെന്ന് അറിയണം എന്ന് പറഞ്ഞ് അവർ നേരെ റിസോർട്ടിലേക്ക് ചെന്ന് റിസപ്ഷനിസ്റ്റിനോട് ആ കാര്യം ചോദിക്കുന്നുണ്ട്. ആ ദിവസം അന്ന് ആരും ആ മുറിയിൽ സ്റ്റേ ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷെ അന്ന് അവിടെ ഒരു റൂറൽ ഡെവലപ്മെന്റ് സമ്മിറ്റ് ഉണ്ടായിരുന്നു എന്ന് റിസപ്ഷനിസ്റ്റ് പറയുമ്പോഴാണ് ഗൗതമിന് ഓർമ്മ വരുന്നത് ആ ദിവസം അവനും അവിടെ വന്നിരുന്നു. അവന്റെ കൂട്ടുകാരൻ സിദ്ധാർത്ഥ് വിളിച്ചിട്ടായിരുന്നു അവൻ അങ്ങോട്ട് ചെന്നത്. പക്ഷേ സിദ്ധാർത്ഥിന് ആക്സിഡന്റ് പറ്റിയെന്നറിഞ്ഞ് 5 മിനിറ്റിനുള്ളിൽ തന്നെ അവൻ അവിടെ നിന്ന് പോയിരുന്നു. CCTV ക്യാമറ ചെക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ഗൗതം ചോദിക്കുമ്പോൾ 6 മാസം വരെയുള്ള ഡേറ്റയാണ് ഉണ്ടാവുകയുള്ളൂ, ഇത് നടന്നിട്ട് 8 മാസമായില്ലേ, അതുകൊണ്ട് വിഷ്വൽസ് ഒന്നും ഉണ്ടാവുകയില്ല എന്ന് റിസപ്ഷനിസ്റ്റ് മറുപടി പറയുന്നുണ്ട്. പക്ഷേ ആ ഇവന്റിന്റെ വീഡിയോ കവർ ചെയ്തത് തന്റെ ഒരു കൂട്ടുകാരനാണ്, അയാളുടെ ഡീറ്റെയിൽസ് തരാമെന്ന് പറഞ്ഞ് റിസപ്ഷനിസ്റ്റ് ഗൗതമിന് അയാളുടെ ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം അകത്തിരുന്ന് കേൾക്കുന്ന റിസോർട്ട് മാനേജർ പരിഭ്രമിച്ചിട്ട് ഉടൻ തന്നെ അസിസ്റ്റന്റ് വില്ലനെ വിളിച്ച് കാര്യം അറിയിക്കുന്നുണ്ട്. പോലീസാണോ എന്ന് അയാൾ ചോദിക്കുമ്പോൾ അല്ല, മറ്റാരാണെന്ന് മാനേജർ പറയുന്നു. അസിസ്റ്റന്റ് വില്ലൻ ഉടൻ തന്നെ ഈ കാര്യം നമ്മുടെ അപ്പൂപ്പൻ വില്ലനെ വിളിച്ച് പറയുന്നുണ്ട്. ഗൗതമും കൂട്ടുകാരനും അവിടെ നിന്ന് നേരെ ആ ഇവന്റ് വീഡിയോ എടുത്ത ആളുടെ അടുത്ത് നിന്ന് വിഷ്വൽസ് എല്ലാം ചെക്ക് ചെയ്യുന്നുണ്ട്. അതിൽ ആദ്യം ഇവന്റിൽ വന്നിരിക്കുന്നത് അവർ കാണുന്നുണ്ട്. പക്ഷേ ക്യാമറ ഒന്ന് പാൻ ചെയ്ത് തിരിച്ചെത്തിയപ്പോഴേക്കും ഇരുന്ന സീറ്റിൽ അവളില്ല. അവർ ആ വിഷ്വൽ മുഴുവൻ ചെക്ക് ചെയ്തിട്ടും പിന്നീട് ആ വീഡിയോയിൽ എങ്ങും ആദ്യം അവർക്ക് കാണാൻ കഴിയുന്നില്ല. ഇത് എഡിറ്റഡ് വീഡിയോ ആണ്, ഒറിജിനൽ വേറെ ഹാർഡ് ഡിസ്കിലുണ്ട് എന്ന് പറഞ്ഞ് സ്റ്റുഡിയോ മാനേജർ അത് അവിടെ തിരയുന്നുണ്ടെങ്കിലും അയാൾക്കത് കിട്ടുന്നില്ല. അത് ഇവിടെ എവിടെയെങ്കിലും തന്നെ ഉണ്ടാവും, കിട്ടുമ്പോൾ ഞാൻ അറിയിക്കാം എന്ന് മാനേജർ പറയുന്നു.
അയാളോട് നന്ദി പറഞ്ഞ് ഗൗതമും കൂട്ടുകാരനും അവിടെ നിന്ന് നേരെ റിസോർട്ടിലേക്ക് പോകുന്നു. അവിടെ 112 നമ്പർ മുറിയിലെത്തി പരിശോധിക്കുന്ന ഗൗതം കാർപ്പറ്റിന്റെ അടിയിൽ നിന്നും രക്തം പുരണ്ട ഒരു ചെറിയ ഗ്ലാസ് കഷ്ണം കണ്ടെത്തുന്നു. അതെടുത്ത് അവൻ അന്ന് രാത്രി അവിടെ തന്നെ താമസിക്കാൻ തീരുമാനിക്കുന്നു. നമ്മൾ കണ്ട വീഡിയോയിൽ ആദ്യ റിസോർട്ടിൽ വന്നിട്ടുണ്ട്. ഞാൻ ഇവിടെ കിടന്ന 2 പ്രാവശ്യവും അതേ സ്വപ്നം വന്നു. അതുകൊണ്ട് ഈ റൂമിൽ വെച്ച് ആദ്യക്ക് ഉറപ്പായിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ട്. അതെന്താണെന്ന് അറിയണമെങ്കിൽ എനിക്ക് വീണ്ടും ആ സ്വപ്നം വരണം. അത് വരണമെങ്കിൽ ഇന്ന് രാത്രി ഇവിടെ കിടന്നേ പറ്റൂ എന്ന് ഗൗതം കൂട്ടുകാരനോട് പറയുന്നു. കഴിഞ്ഞ 2 പ്രാവശ്യം കിടക്കുന്നതിന് മുമ്പ് 2 പെഗ് അടിച്ചിട്ട് 11 മണിയായപ്പോഴാണ് ഗൗതം കിടന്നത്. അതുകൊണ്ട് അതേ സ്വപ്നം വരാൻ വേണ്ടി ഇന്ന് രാത്രിയും അതേപോലെ തന്നെ 2 പെഗ് അടിച്ച് 11 മണിയാകുമ്പോൾ അവൻ ഉറങ്ങാൻ കിടക്കുന്നു. പക്ഷേ ഉറക്കം വരാതെ തിരിഞ്ഞും മറിഞ്ഞും കിടന്ന ഗൗതം എപ്പോഴോ ഉറങ്ങിപ്പോകുന്നു. രാവിലെ കൂട്ടുകാരൻ കഥയിൽ മുട്ടുന്ന കേട്ടാണ് അവൻ ഉണരുന്നത്. രാത്രി അവൻ ആ സ്വപ്നം വന്നില്ലായിരുന്നു. എല്ലാം കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ കറക്റ്റായിട്ടാണ് ചെയ്തത്. എന്നിട്ട് എന്തുകൊണ്ടാണ് സ്വപ്നം വരാത്തതെന്ന് ഗൗതം ടെൻഷൻ അടിക്കുന്നുണ്ട്. തിരിച്ച് വീട്ടിലെത്തിയ ഗൗതം കൂട്ടുകാരന്റെ മേഘയുടെ ഒപ്പം എന്തുകൊണ്ടാണ് സ്വപ്നം വരാത്തത്, എന്താണ് ഞാൻ മിസ് ചെയ്തതെന്ന് ആലോചനയിലാണ്. പെട്ടെന്നാണ് ഗൗതം ബോർഡിൽ ആദ്യം മിസ്സായ ഡേറ്റും സ്വപ്നങ്ങൾ കണ്ട ഡേറ്റുകൾ എഴുതുന്നത്. ആദ്യം മിസ്സായത് ഒക്ടോബർ 6-ന്, ആദ്യത്തെ സ്വപ്നം വന്നത് ഡിസംബർ 3-ന്. അന്നായിരുന്നു അവന്റെ കൂട്ടുകാരൻ രവിയുടെ കല്യാണ പാർട്ടി ആ റിസോർട്ടിൽ വെച്ച് നടന്നത്. രണ്ടാമത്തെ സ്വപ്നം വന്നത് മെയ് 29, അതായത് പാർട്ടി നടന്ന ദിവസം. ഈ 3 ഡേറ്റുകൾ തമ്മിൽ എന്തോ ബന്ധമുണ്ടെന്ന് ഗൗതം പറയുമ്പോൾ ഇതെല്ലാം ഒരേ ദിവസമാണ് എന്ന് മേഘ ചോദിക്കുന്നു. എന്നാൽ ഈ 3 ഡേറ്റുകളും വേറെ വേറെ ദിവസങ്ങളായിരുന്നു. വേറെ എന്താണ് സാമ്യം എന്ന് ആലോചിച്ചിരിക്കുമ്പോൾ ഗൗതം രവിയുടെ കല്യാണ പാർട്ടിയുടെ ഫോട്ടോകളും രണ്ടാമത് സ്വപ്നം കണ്ട ദിവസം അവർ നടത്തിയ പാർട്ടിയുടെ ഫോട്ടോകൾ എടുക്കാൻ കൂട്ടുകാരനോട് പറയുന്നു. അവനത് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് ഈ 3 ഡേറ്റുകളും തമ്മിലുള്ള സാമ്യം അന്ന് പൗർണമിയായിരുന്നു. ഇന്നലെ രാത്രി പൗർണമി അല്ലായിരുന്നു. അതുകൊണ്ടാണ് അവന് സ്വപ്നം വരാത്തത്. അടുത്ത പൗർണമിക്ക് അതേ മുറിയിൽ ഉറങ്ങാൻ കഴിഞ്ഞാൽ എനിക്ക് വീണ്ടും അതേ സ്വപ്നം വരും എന്ന് പറഞ്ഞ് ഗൗതം അടുത്ത പൗർണമി എന്നാണെന്ന് കൂട്ടുകാരനോട് ചോദിക്കുമ്പോൾ വരുന്ന 10 ദിവസം കഴിഞ്ഞാണെന്ന് പറയുന്നു. അന്ന് അതേ റൂമിൽ താമസിക്കാൻ ഗൗതം തീരുമാനിക്കുന്നു. പക്ഷേ ഈ 8 മാസത്തിനുള്ളിൽ 2 പൗർണമി മാത്രമല്ലല്ലോ വന്നിട്ടുണ്ടാവുക എന്ന് മേഘ ചോദിക്കുമ്പോഴാണ് ആ കാര്യം ഗൗതമിനും ബുദ്ധിയിൽ വരുന്നത്. ആദ്യം കാണാതായത് മുതൽ ഇന്ന് വരെ അവന് സ്വപ്നം വന്ന പൗർണമി കൂടാതെ 6 പൗർണമി ദിവസങ്ങൾ കൂടി ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള പൗർണമി ദിവസങ്ങളിൽ അതേ മുറിയിൽ ആരെങ്കിലും താമസിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കും ഇതേ സ്വപ്നം വന്നിട്ടുണ്ടാവാൻ ചാൻസ് ഉണ്ട് എന്ന് ഗൗതം പറയുന്നു. അങ്ങനെയാണെങ്കിൽ അവരെ നമുക്ക് കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞ് അവർ നേരെ റിസോർട്ടിലേക്ക് പോകുന്നു. ഗൗതവും കൂട്ടുകാരനും റിസോർട്ടിലേക്ക് പോകുന്ന വഴി ഗൗതമിനൊരു കോൾ വരുന്നുണ്ട്. അതെടുത്ത് അവനോട് ഫോണിൽ കൂടി ഹലോ, ഞാൻ ആദ്യമാണ് സംസാരിക്കുന്നത് എന്ന് പറഞ്ഞൊരു സ്ത്രീ ശബ്ദം. അത് കേട്ട ഉടനെ തന്നെ അവന്റെ വണ്ടിയിൽ ഒരു മിനി ലോറി വന്നിടിക്കുന്നു. പുറകെ വന്ന വേറൊരു കാറും അവന്റെ കാറിന് ഇടിക്കുന്നുണ്ട്. അങ്ങനെ അവന്റെ വണ്ടി കൺട്രോൾ പോയി റോഡ് സൈഡിൽ നിന്ന് ഒരു മരത്തിലേക്ക് ഇടിച്ചു കയറുന്നു. അവനെ ഇടിച്ച കാറിലുണ്ടായിരുന്നത് അസിസ്റ്റന്റ് വില്ലനായിരുന്നു. ഗൗതം മരിച്ചിട്ടുണ്ടാവും എന്ന് കരുതി ഇറങ്ങി നോക്കി ചെക്ക് ചെയ്യാതെ ആ മണ്ടൻ പോകുന്നു. പക്ഷെ നമ്മുടെ നായകന്റെ വണ്ടി കിടിലൻ ഓഫ് റോഡ് എൻഡേവർ ആയിരുന്നുകൊണ്ട് അവർക്കൊന്നും സംഭവിച്ചില്ല. അപ്പോഴാണ് അവന് വീണ്ടും അതേ കോൾ വരുന്നത്. ഞാൻ ആദ്യമാണ് സംസാരിക്കുന്നത്, ഞാൻ സേഫാണ്, ദയവ് ചെയ്ത് എന്നെ അന്വേഷിക്കരുത് പ്ലീസ് എന്ന് പറഞ്ഞ് ഫോൺ കട്ടാവുന്നു. തിരിച്ച് വിളിച്ചിട്ട് കോൾ കിട്ടുന്നില്ല. ഗൗതം ഉടനെ തന്നെ കമ്മീഷണറെ വിളിച്ച് ആ നമ്പർ ഒന്ന് ട്രേസ് ചെയ്ത് പറയാമോ എന്ന് ചോദിക്കുന്നുണ്ട്. അദ്ദേഹം അത് ചെയ്യുന്നുണ്ട്. ഉടനെ തന്നെ ഗൗതം ആ ലൊക്കേഷനിലേക്ക് ചെല്ലുന്നു. കമ്മീഷണർ അവന്റെ ഫോണും ആ കോൾ വന്ന ഫോണും ട്രാക്ക് ചെയ്ത് അവനെ ഫോണിൽ കൂടി വഴി പറഞ്ഞു കൊടുത്ത് ആ ഫോണിന്റെ അടുത്തേക്ക് എത്തിക്കുന്നു. പക്ഷേ അതൊരു സ്കൂൾ വാനിൽ നിന്നും ഉപേക്ഷിച്ച നിലയിൽ അവന് കിട്ടുന്നുണ്ട്. അവൻ ആകെ നിരാശനാവുന്നു. ആ പെൺകുട്ടി തന്നെ ഫോൺ ചെയ്ത് അവൾ സേഫ് ആണെന്ന് പറഞ്ഞില്ലേ, ഇനിയും നീ എന്തിനാ ഇതിന് പുറകെ പോകുന്നു എന്ന് കൂട്ടുകാരൻ ചോദിക്കുമ്പോൾ അവൾക്ക് എന്നെ അറിയില്ല, എന്നെ കണ്ടിട്ടില്ല, ഞാൻ അവൾ അന്വേഷിക്കുന്നുണ്ടെന്ന് അവൾ എങ്ങനെ അറിഞ്ഞു? ഇനി അഥവാ അവൾ സേഫ് ആണെങ്കിൽ തന്നെ ആദ്യം അവളുടെ അച്ഛനെയോ അല്ലെങ്കിൽ പോലീസിനെയോ അല്ലേ വിളിക്കുള്ളൂ, എന്നെ എന്തിനു വിളിച്ചു, എന്റെ നമ്പർ എങ്ങനെ അവൾക്ക് കിട്ടി? ഇത് അവളല്ല എന്ന് ഗൗതം പറയുമ്പോൾ അപ്പോൾ വേറെ ആരാണെന്ന് കൂട്ടുകാരൻ ചോദിക്കുന്നു. ആദ്യം നമ്മൾ അന്വേഷിക്കുന്നത് ആർക്കും ഇഷ്ടമല്ല. നമ്മളെ വഴിതെറ്റിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കോൾ ചെയ്തത്. നമ്മൾ ഏത് വഴിയിലൂടെയാണ് പോകുന്നത് അത് കറക്റ്റാണ്, അതിലൂടെ തന്നെയാണ് പോകേണ്ടതെന്ന് ഗൗതം പറയുന്നു. ഇതേ സമയം നമ്മുടെ അപ്പൂപ്പൻ വില്ലൻ വേറൊരു വില്ലനെ വിളിച്ച് ഒരുത്തന്റെ കാര്യം തീരുമാനിക്കാനുണ്ട് എന്ന് പറയുമ്പോൾ ഓക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് അവൻ ഫോൺ വെച്ച് അവിടെ കെട്ടിയിട്ടിരുന്ന ഒരുത്തന്റെ തൊടയിൽ ട്രില്ലർ വെച്ചൊരു തുള ഇടുന്നുണ്ട്. സൈക്കോ വില്ലൻ. അടുത്ത സീനിൽ ഗൗതം പാരഡൈസ് റിസോർട്ടിൽ കഴിഞ്ഞ പൗർണമി ദിവസങ്ങളിൽ 112 നമ്പർ മുറിയിൽ താമസിച്ച ആളുകളുടെ ലിസ്റ്റ് സംഘടിപ്പിച്ച് അതിലുണ്ടായിരുന്ന ജാവേദ് അലി എന്ന ആളെ കാണാനായിട്ട് അയാളുടെ വീട്ടിലേക്ക് ചെല്ലുന്നു. പക്ഷെ അയാൾ വീട്ടിലുണ്ടായിരുന്നില്ല. അവൻ ദുബായിലാണ്, ഈ ആഴ്ച വരും എന്ന് പറഞ്ഞ് അയാളുടെ അമ്മയുടെ അടുത്ത് അവന്റെ വിസിറ്റിംഗ് കാർഡ് കൊടുത്തിട്ട് വന്നു കഴിയുമ്പോൾ എന്നെ ഒന്ന് വിളിക്കാൻ പറയണം, അർജന്റാണ് എന്ന് പറഞ്ഞ് ഗൗതം അവിടെ നിന്ന് ഇറങ്ങുന്നു. ലിസ്റ്റിൽ അടുത്തത് കാണേണ്ട ആൾ ചെന്നൈയിലായിരുന്നു. അടുത്ത ആഴ്ച
പക്ഷെ നമ്മുടെ ഫംഗ്ഷനുണ്ട്, അത് മറക്കണ്ട, എന്നാലും നീ പോയിട്ട് വാ എന്ന് പറഞ്ഞ് മേഘ അവനെ യാത്രയാക്കുന്നു. എന്താ സപ്പോർട്ട്! ഗേൾ ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെയാണ്. അടുത്തത് കാണിക്കുന്നത് ചെന്നൈ. അവിടെ ഗൗതം കാണാൻ വന്ന ആൾ കുറച്ച് വയസ്സായ ഒരാളായിരുന്നു. 5 മാസങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിന് ഒരു സ്ട്രോക്ക് വന്ന് ഒരു വശം തളർന്നു കിടക്കുകയാണ്. സംസാരിക്കാനും പറ്റുന്നില്ല. പാരഡൈസ് റിസോർട്ടിൽ അങ്ങ് ജനുവരിയിൽ താമസിച്ചിരുന്നു എന്ന് ചോദിച്ച് ആദിയുടെ ഫോട്ടോ കാണിച്ച് ഈ പെൺകുട്ടി ഓർമ്മയുണ്ടോ എന്ന് ഗൗതം ചോദിക്കുമ്പോൾ ഫോട്ടോ കണ്ട് അദ്ദേഹം പെട്ടെന്ന് അസ്വസ്ഥനായി വെപ്രാളപ്പെടുന്നു. അത് കണ്ട ഗൗതത്തിന് മനസ്സിലായി അദ്ദേഹവും ആദ്യ സ്വപ്നത്തിൽ കണ്ടിരുന്നുവെന്ന്. എന്നാൽ അദ്ദേഹത്തിന്റെ വെപ്രാളം കണ്ട മകൻ ഗൗതമിനോടും കൂട്ടുകാരനോടും വെളിയിൽ പോകാൻ പറയുന്നുണ്ട്. പക്ഷെ അദ്ദേഹം അവരോട് ഇരിക്കാൻ ആംഗ്യത്തിൽ പറഞ്ഞിട്ട് ചുമപ്പ്, 2 ആന, ഓം അങ്ങനെ അന്ന് സ്വപ്നത്തിൽ കണ്ട ചില കാര്യങ്ങളും ആംഗ്യഭാഷയിൽ അവരോട് പറയുന്നു. അതെല്ലാം എന്താണെന്ന് കണ്ടുപിടിക്കണമെന്ന് ഗൗതം തീരുമാനിക്കുന്നുണ്ട്. അടുത്തത് ഗൗതമിന്റെയും മേഘയുടെയും നിശ്ചയം കാണിക്കുന്നു. അവിടെ വെച്ച് അവൾക്ക് ഇടാനായി അവന്റെ അമ്മ കൊണ്ടുവന്ന മാലയുടെ പെട്ടിയിൽ ഒരു ആനയുടെ ചിത്രം കണ്ട ഗൗതമിന് പെട്ടെന്നാണ് ആദിയുടെ വീട്ടിൽ അതുപോലൊരു പെട്ടി കണ്ടതായിട്ട് ഓർമ്മ വരുന്നത്. അവനും കൂട്ടുകാരനും പെട്ടെന്ന് തന്നെ ആദിയുടെ വീട്ടിലെത്തി ആ പെട്ടി എടുത്ത് പരിശോധിക്കുന്നു. ആ പെട്ടിയിൽ ചെന്നൈ താത്ത പറഞ്ഞ പോലെ 2 ആനയുടെ ചിത്രം ഉണ്ടായിരുന്നു. തുറന്നു നോക്കിയപ്പോൾ അതിൻ്റെ അകത്തൊരു ചുവന്ന ടവലുണ്ടായിരുന്നു. അതിൽ ആദ്യ, പ്രഭാവതി എന്ന പേരുകൾ തുന്നിയിട്ടുണ്ടായിരുന്നു. ഒപ്പം ആദിയുടെയും ഒരു കൊച്ചു പെൺകുട്ടിയുടെയും ഒരുമിച്ചുള്ള ഒരു ഫോട്ടോയും. അത് ആരാണെന്ന് അവളുടെ അച്ഛനോട് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് അറിയില്ലെന്ന് പറയുന്നു. പിന്നീട് ഈ ഫോട്ടോ ലാപ്ടോപ്പിലിട്ട് ചെക്ക് ചെയ്യുമ്പോൾ അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്നും അതിന് താഴെ RAM എന്നും കാണുന്നു. അവിടെയുള്ള കോഓപ്പറേറ്റീവ് സൊസൈറ്റികളുടെ ലിസ്റ്റ് ഗൂഗിളിൽ തിരിഞ്ഞ് RAM അവസാനിക്കുന്ന സ്ഥലത്തുള്ള സൊസൈറ്റി അവൻ കണ്ടുപിടിക്കുന്നു. അഭ്യുദയ കോഓപ്പറേറ്റീവ് സൊസൈറ്റി, ധന്നാരം. അങ്ങോട്ടെത്തിയ ഗൗതം അവിടെ പാൽ കൊടുക്കുന്ന ആളോട് ആദിയുടെയും പെൺകുട്ടിയുടെയും ഫോട്ടോ കാണിച്ചിട്ട് അവരറിയുമോ എന്ന് ചോദിക്കുമ്പോൾ അറിയില്ലെന്ന് അയാൾ പറയുന്നു. ആ കുട്ടി ഇട്ടിരിക്കുന്ന യൂണിഫോം ഉള്ള സ്കൂൾ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ അയാൾ അത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ സ്കൂളിലേക്ക് എത്തി ഗൗതവും കൂട്ടുകാരനും പ്രിൻസിപ്പലിനെ ഫോട്ടോ കാണിച്ച് അവരെ പറ്റി അന്വേഷിക്കുമ്പോൾ മൂർത്തി എന്ന ക്ലർക്ക് ആദ്യയും കൂടെയുള്ള പെൺകുട്ടി പ്രഭാവതിയും തിരിച്ചറിയുന്നു. ആദ്യ 2 മാസം ആ സ്കൂളിൽ കമ്പ്യൂട്ടർ ലാബിൽ ജോലി ചെയ്തിരുന്നെന്നും പിന്നീട് ഒരു വിവരമില്ലെന്നും പ്രഭാവതിയെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ അവിടെ ഇരുന്ന മറ്റൊരു അധ്യാപകൻ അവർ നാട് വിട്ട് എവിടെയോ പോയി എന്നും പറയുന്നു. അതിനുശേഷം അയാൾ പുറത്തു വെച്ച് ആരെയോ ഫോൺ ചെയ്യുന്നത് കാണിക്കുന്നുണ്ട്. അവർ തിരിച്ചു പോകുന്ന വഴിക്ക് ആരോ അവർ ഫോണിൽ വിളിച്ച് ആദ്യയെപ്പറ്റി ചില കാര്യങ്ങൾ പറയാനുണ്ട്, അത് ഫോണിൽ കൂടി വേണ്ട, ഹൈവേ സൈഡിലുള്ള ഫുഡ് കോർട്ടിൽ വാ, 3:30 ഞാൻ അവിടെ വരാം, അവിടെ വെച്ച് കാണാം എന്ന് പറയുന്നു. ഫുഡ് കോർട്ടിൽ കാത്തു നിന്ന് 4:15 ആരെയും കാണാത്തതുകൊണ്ട് ഗൗതമും കൂട്ടുകാരും അവിടെ നിന്നും പോകുന്ന വഴിക്ക് അവർ ആദ്യം സ്കൂളിൽ വെച്ച് കണ്ട മൂർത്തി സാറിന് ആക്സിഡന്റ് പറ്റിയത് കാണുന്നു. അപ്പോൾ ഗൗതമിന് ഒരു കോൾ വരുന്നുണ്ട്. വേഗം അവൻ വീട്ടിലേക്ക് എത്തുമ്പോൾ അവിടെ ആകെ അടിച്ച് നശിപ്പിച്ചിട്ടിരിക്കുകയായിരുന്നു. വേലക്കാരന് ചെറിയ പരിക്ക് പറ്റിയിട്ടുണ്ട്, പക്ഷെ അമ്മയ്ക്കൊന്നും പറ്റിയില്ല. അമ്മ ഭിത്തിയിലേക്ക് നോക്കാൻ പറഞ്ഞ് കൈ ചൂണ്ടുമ്പോൾ അവിടെ മൂർത്തി സാറിന്റെ ഒരു ഫോട്ടോ ഒട്ടിച്ചു വെച്ച് അതിൽ ക്രോസ് വെട്ടിയിട്ട് ടോപ്പ് ഇറ്റ് എന്ന് താഴെ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ടേക്ക് മേഘയും ഗൗതമിന്റെ ബോസും വരുന്നുണ്ട്. എന്താണ് ഇവിടെ സംഭവിച്ചത്, ആരാണ് ഇയാൾ എന്ന് ഫോട്ടോ ചൂണ്ടി ചോദിച്ച ബോസിനോട് ഇത് മൂർത്തി സാർ, സ്കൂളിലെ ക്ലർക്ക്, ആദ്യയെപ്പറ്റി എനിക്ക് ഇൻഫർമേഷൻ തരാൻ എന്നെ വിളിച്ചിരുന്നു, പക്ഷെ അതിനു മുമ്പ് ആരോ കൊന്നു കളഞ്ഞു എന്ന് ഗൗതം പറയുന്നു. അദ്ദേഹമായിരുന്നു ആദ്യം ഗൗതമിന് ഫോൺ ചെയ്ത് കാണണമെന്ന് പറഞ്ഞത്. ആരോ നിന്നെ പേടിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഗൗതം, കുറച്ചുനാൾ ഇതിൽ നിന്ന് മാറി നിൽക്കുന്നതാണ് നല്ലത്, ഞാൻ കമ്മീഷനോട് ഈ വിവരം പറയാം എന്ന് പറഞ്ഞ് ബോസ് ഫോൺ ചെയ്യാനായിട്ട് പോകുമ്പോൾ ഗൗതം വീട് വരെ അവർ എത്തിയെങ്കിൽ അവരെ പറ്റിയുള്ള എന്തോ ഒന്ന് നീ വെളിയിൽ കൊണ്ടുവരാം എന്ന് അവർ ഭയക്കുന്നുണ്ട്. നീ ഇപ്പോൾ നിർത്തിയാൽ ആദ്യക്ക് സംഭവിച്ചത് നാളെ എനിക്കോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പെൺകുട്ടിക്കോ സംഭവിക്കാം. ഇതെല്ലാം കാണുമ്പോൾ നീ ഇത് നിർത്തുന്നു പറയണമെന്ന് എനിക്കുണ്ട്, പക്ഷേ നീ തുടങ്ങിയത് അവസാനിപ്പിച്ചിട്ടേ നിർത്താവുള്ളൂ എന്ന് മേഘ ഗൗതമിനോട് പറയുന്നു. നമ്മുടെ നായിക ഈ സിനിമയിൽ സൂപ്പറാണ് കേട്ടോ, നല്ല സപ്പോർട്ടീവായ പെൺകുട്ടി, ഐ ലൈക്ക് ഇറ്റ്. മേഘ ഇത് പറഞ്ഞു കഴിഞ്ഞതും ഗൗതമിന് അവൻ ആദ്യം കാണാൻ പോയ ജാവേദ് അലി എന്ന ആൾ വിളിക്കുന്നുണ്ട്. ഞാൻ ദുബായിൽ നിന്ന് എത്തിയിട്ടുണ്ട്, ഇപ്പോൾ വീട്ടിലുണ്ട്, വന്നാൽ സംസാരിക്കുക എന്ന് പറയുമ്പോൾ ഗൗതം അയാളെ കാണാനായിട്ട് വീട്ടിലേക്ക് ചെല്ലുന്നു. ആദ്യയെക്കുറിച്ചുള്ള സ്വപ്നത്തിനെ കുറിച്ച് ചോദിക്കുമ്പോൾ അങ്ങനെ ഒരു സ്വപ്നം വന്നിരുന്നില്ല എന്ന് അയാൾ പറയുന്നു. നിരാശനായി അവിടെ നിന്നും പോകാൻ ഇറങ്ങുമ്പോഴാണ് അങ്ങോട്ടേക്ക് കുറെ പേപ്പറുകൾ അടിച്ചു വാരിക്കൊണ്ടുവരുന്നത്. ഈ പേപ്പറുകളിൽ കുറെ പടങ്ങൾ ആരോ വരച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഗൗതം സ്വപ്നത്തിൽ കണ്ട ആ പാറക്കെട്ടിന്റെ പടം ഉണ്ടായിരുന്നു. അത് വരച്ചത് ജാവേദ് അലിയുടെ മകനായിരുന്നു. അന്ന് ജാവേദ് അലി ഒറ്റയ്ക്കല്ലായിരുന്നു, ഫാമിലി ആയിട്ടായിരുന്നു ആ റിസോർട്ടിൽ താമസിച്ചത്. ഇതറിഞ്ഞ് ഗൗതം വേഗം അയാളുടെ മകനെ ചെന്ന് കണ്ട് ആദിയുടെ ഫോട്ടോ കാണിച്ചിട്ട് ഈ ചേച്ചിയെ മോൻ സ്വപ്നത്തിൽ കണ്ടായിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ എന്ന് അവൻ തലയാട്ടുന്നു. അവനൊരു ഉമ്മയും കൊടുത്ത് അവൻ വരച്ച എല്ലാ പടങ്ങളും എടുത്ത് ഗൗതം തിരിച്ച് വീട്ടിലെത്തുന്നു. അവൻ വരച്ച പടങ്ങളിൽ ഒരെണ്ണത്തിൽ എന്തോ ഒരു സിമ്പിൾ ഉണ്ടായിരുന്നു. അതെന്താണെന്ന് മനസ്സിലാവാതെ ഗൗതവും കൂട്ടുകാരൻ തല പോഞ്ഞിരിക്കുമ്പോൾ അതിങ്ങനെയല്ല, തല തിരിച്ച് പിടിച്ചു നോക്കണം, ഇത് സെന്റ് മേരീസ് സിംബൽ ആണെന്ന് മേഘ വന്ന് പറയുന്നു. എസ്തറിന്റെ ഓർഫനേജും സെന്റ് മേരീസ് അല്ലേ എന്ന് ഗൗതം ചോദിക്കുമ്പോൾ റിസോർട്ടിൽ നടന്ന ഇവന്റ് ഷൂട്ട് ചെയ്ത സ്റ്റുഡിയോയുടെ ആൾ അവനെ വിളിച്ച് അർജന്റായിട്ട് അങ്ങോട്ട് വരാൻ പറയുന്നു. അവിടെ ചെന്നപ്പോൾ അയാളുടെ ജോലിക്കാരൻ ആ ഇവന്റിന്റെ ഒറിജിനൽ വീഡിയോ ഉള്ള ഹാർഡ് ഡിസ്ക് ആരോ പൈസയ്ക്ക് വിറ്റു എന്ന് പറയുന്നു. പക്ഷെ ഭാഗ്യത്തിന് ആ വീഡിയോ മുഴുവൻ അയാളുടെ ബാക്കപ്പ് സിസ്റ്റത്തിൽ നിന്നും കിട്ടി. അത് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് വീഡിയോ ഗൗതമിന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതിൽ ആദ്യം ആരോടോ സംസാരിച്ചിട്ട് ആളുടെ കൂടെ പോകുന്ന കണ്ട ഗൗതം അത് ആരാണെന്ന് ചോദിക്കുമ്പോൾ അയാളാണ് ആ ഹാർഡ്
ഡിസ്ക് കാശ് കൊടുത്ത് മേടിച്ചതെന്ന് സ്റ്റുഡിയോക്കാരൻ പറയുന്നു. അയാൾ തന്നെയായിരുന്നു അന്ന് പാറമടയിലെ വെള്ളത്തിൽ നിന്ന് കാറ് പൊക്കിയെടുത്ത വാർത്ത കണ്ട് അസിസ്റ്റന്റ് വില്ലിനെ ഫോൺ വിളിച്ചയാൾ. അയാൾ ഒരു ദിവസം സ്റ്റുഡിയോയിലെ ജോലിക്കാരനെ കണ്ട് ആ ഡിസ്ക് എടുത്ത് കൊടുക്കാൻ പറഞ്ഞ് 5000 രൂപ കൊടുത്തു. അടുത്ത ദിവസം ജോലിക്കാരൻ ആ ഡിസ്ക് എടുത്ത് അയാൾക്ക് കൊടുത്തു. അയാളെക്കുറിച്ച് വേറെ എന്തെങ്കിലും വിവരം അറിയാമോ എന്ന് ചോദിച്ച ഗൗതമിനോട് ഒരു ദിവസം ബസ്സിൽ പോകുമ്പോൾ അയാൾ ഒരു കാറിൽ പോകുന്നത് കണ്ടിരുന്നു. ആ കാറിന്റെ പുറകിൽ ഭാവന ഫൗണ്ടേഷൻസ് എന്ന് എഴുതിയിരിക്കുന്നത് കണ്ടിരുന്നു എന്ന് സ്റ്റുഡിയോ ജോലിക്കാരൻ പറയുന്നു. അത് ഗൂഗിളിൽ തിരഞ്ഞ അവർക്ക് അയാളുടെ പേര് കിട്ടുന്നു, രഘുറാം. ആ ഫൗണ്ടേഷന്റെ ഫൗണ്ടർ ആയിരുന്നു അയാൾ. അതേസമയം വീഡിയോയിൽ എസ്തറിനെയും ആ ഇവന്റിൽ ഗൗതം കാണുന്നുണ്ട്. അവിടെ നിന്നും അവൻ നേരെ രഘുരാമനെ കാണാൻ അയാളുടെ വീട്ടിലേക്ക് എത്തിയപ്പോൾ അവർക്ക് മുമ്പേ തന്നെ അവിടെ എത്തിയ വില്ലന്മാർ അയാളെ തട്ടിക്കൊണ്ടു പോകുന്നത് കാണുന്നു. അവരെ പിന്തുടർന്ന് അവൻ രഘുരാമനെ സൈക്കോ വില്ലൻ ഒരു റെയിൽവേ പാലത്തിന്റെ മുകളിൽ നിന്നും താഴേക്ക് തള്ളിയിട്ട് കൊല്ലുന്നത് കാണുന്നു. ആ വഴിയും അടഞ്ഞ ഗൗതം ഇനി ആകെയുള്ള പ്രതീക്ഷ ചർച്ച് ഫാദർ ആണെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ കാണുവാൻ ഓർഫനേജിലേക്ക് എത്തുന്നു. അവിടെ എത്തിയപ്പോഴേക്കും അദ്ദേഹം വത്തിക്കാനിലേക്ക് പോകാനായിട്ട് വിശാഖപട്ടണത്തിലേക്ക് പോയി എന്ന് സിസ്റ്റർ പറയുന്നു. ആ സിസ്റ്ററിനോട് എസ്തറിനെ പറ്റിയും ആദിയെ പറ്റിയും എന്തെങ്കിലും അറിയാമോ എന്ന് ഗൗതം ചോദിക്കുമ്പോൾ എനിക്കൊന്നും അറിയില്ല, ദയവ് ചെയ്ത് എന്തെങ്കിലും അറിയണമെങ്കിൽ ഫാദറിനോട് ചോദിക്കൂ പ്ലീസ് എന്ന് സിസ്റ്റർ പറയുന്നു. അപ്പോഴാണ് ഗൗതം ആ സിസ്റ്ററിന്റെ ശബ്ദം തിരിച്ചറിയുന്നത്. ഈ സിസ്റ്റർ ആയിരുന്നു അന്ന് ഞാൻ ആദ്യമാണ്, ഞാൻ സേഫാണ് എന്നൊക്കെ പറഞ്ഞ് ഗൗതമിനെ ഫോൺ ചെയ്തത്. ഫാദർ ആയിരുന്നു ആ സിസ്റ്ററിനെ കൊണ്ട് അങ്ങനെ ഫോൺ ചെയ്ത് പറയിപ്പിച്ചത്. എസ്തറിനെ പറ്റി ഫാദർ അന്ന് പറഞ്ഞതെല്ലാം നുണയായിരുന്നു. എന്തിനാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞതെന്ന് എനിക്ക് അറിയില്ലെന്നും നിങ്ങൾ അന്ന് വന്നതിന് ശേഷമാണ് ഈ വത്തിക്കാൻ ട്രിപ്പ് തന്നെ അദ്ദേഹം പ്ലാൻ ചെയ്തതെന്നും സിസ്റ്റർ പറയുന്നു. എന്നാണ് അദ്ദേഹം വത്തിക്കാനിലേക്ക് പോകുന്നതെന്ന് ഗൗതം ചോദിക്കുമ്പോൾ നാളെയാണെന്ന് സിസ്റ്റർ പറയുന്നു. ഉടനെ തന്നെ ഗൗതം ഫാദറിനെ കാണുവാനായിട്ട് വിശാഖപട്ടണത്തിലേക്ക് പോകുന്നു. അവൻ അവിടെ നിന്നും പോയതിന് പുറകെ തന്നെ വില്ലന്മാരും സിസ്റ്ററിന്റെ അടുത്തെത്തി കാര്യങ്ങളെല്ലാം അറിഞ്ഞ് അവരും അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. വിശാഖപട്ടണത്തെത്തിയ ഗൗതം തിരക്കിട്ട് പെട്ടികളുമായി മുറിയിൽ നിന്നും പുറത്തിറങ്ങുന്ന ഫാദറിനെ കണ്ട് എന്നോട് എന്തിനാണ് ഫാദർ നുണ പറഞ്ഞത്? ആദ്യം സംസാരിക്കുന്നത് പോലെ സിസ്റ്ററിനെ കൊണ്ട് എന്നെ ഫോൺ വിളിപ്പിച്ചത് എന്തിനാണ്? ആദ്യം എസ്തർ എവിടെയാണ് ഫാദർ എന്ന് ചോദിക്കുമ്പോഴാണ് അടുത്ത ട്വിസ്റ്റ്. എസ്തർ ബാഗുമായി അവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങി വരുന്നു. ഞാൻ ഇതെല്ലാം ചെയ്തത് ചെറുപ്പം മുതലേ മകളെപ്പോലെ വളർത്തിയ ഇവക്ക് വേണ്ടിയാണ്. ഇവളെ നാട്ടിൽ നിന്ന് മാറ്റി നിർത്തിയാൽ എല്ലാം ശരിയാവുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ നീ എന്ന് ഇവളെ അന്വേഷിച്ച് ചർച്ചിൽ വന്നതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത് ഇത് ഇവിടം കൊണ്ട് അവസാനിക്കില്ല എന്ന്. എസ്തർ ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് അവരറിഞ്ഞു കഴിഞ്ഞാൽ അവളെ കൊന്നുകളയും, വത്തിക്കാനിലേക്ക് അയച്ച് എന്ന് പറഞ്ഞപ്പോഴേക്കും ഒരു വെടിയുണ്ട ഫാദറിന്റെ കഴുത്തിൽ വന്നുകൊള്ളുന്നു. വെടിവെച്ചത് അപ്പോഴങ്ങോട്ടേക്ക് എത്തിയ സൈക്കോ വില്ലനായിരുന്നു. ഫാദർ അങ്ങനെ മരിക്കുന്നു. വില്ലന്മാർ അങ്ങോട്ടേക്ക് പാഞ്ഞു വരുന്ന കണ്ട ഗൗതം എസ്തറിനെയും കൊണ്ട് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. പക്ഷെ പിന്തുടർന്നെത്തിയ വില്ലന്മാരെയെല്ലാം ഒരു ഗംഭീര ഫൈറ്റിലൂടെ അടിച്ചിട്ട് ഗൗതം എസ്തറിനെ രക്ഷിക്കുന്നു. പിന്നീട് എന്താണ് സംഭവിച്ചത് എന്നുള്ള കഥ എസ്തർ ഗൗതമിനോട് പറയുന്നുണ്ട്. ഫ്ലാഷ് ബാക്ക്. തന്നാരം എന്ന സ്ഥലത്തുള്ള സ്കൂളിൽ വെച്ചാണ് എസ്തർ ആദ്യം പരിചയപ്പെടുന്നത്. എസ്തർ അവിടുത്തെ ടീച്ചറായിരുന്നു. അവിടെ കമ്പ്യൂട്ടർ പഠിപ്പിക്കാനായിട്ടാണ് ആദ്യം ജോയിൻ ചെയ്യുന്നത്. അവർ അങ്ങനെ പരിചയത്തിലാവുന്നു. ആദ്യം എല്ലാവരോടും ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. അങ്ങനെ അവൾ ആ നാട്ടിലുള്ള എല്ലാവരുമായിട്ട് വേഗത്തിൽ അടുപ്പത്തിലാകുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അവരുടെ സ്കൂളിൽ ഒരു മെഡിക്കൽ ക്യാമ്പ് വരുന്നു. ആ ക്യാമ്പിൽ വേണ്ട സഹായങ്ങളെല്ലാം ചെയ്തു കൊടുത്ത് അവർ രണ്ടുപേരും അതിൻ്റെ ഒരു ഭാഗമാകുന്നുണ്ട്. ഒരു ദിവസം ഒരു ഡോക്ടർ ആ ക്യാമ്പ് സംഘടിപ്പിച്ച സംഘാടകരോട് എന്തൊക്കെയോ പറഞ്ഞ് ദേഷ്യപ്പെടുന്നത് കാണുന്നുണ്ട്. എങ്കിലും ക്യാമ്പ് മുന്നോട്ട് പോകുന്നു. ഇത് സംഘടിപ്പിച്ചിരുന്നത് ഭാവന ഫൗണ്ടേഷന്റെ ഫൗണ്ടർ രഘുറാമും അസിസ്റ്റന്റ് വില്ലനും എല്ലാം ചേർന്ന ഗ്രൂപ്പായിരുന്നു. ഇതിനിടയിലാണ് ആദ്യ പ്രഭാവതി എന്ന കുട്ടിയുമായി അടുപ്പത്തിലാവുന്നത്. പ്രഭാവതി വളരെ മിടുക്കിയായിരുന്നു. അവളും അവിടെയുള്ള എല്ലാവരും സഹായിക്കുന്നുണ്ട്. പ്രഭാവതിക്ക് ഡോക്ടർ ആവാനാണ് ആഗ്രഹം. അവൾക്ക് അച്ഛനില്ല, അമ്മ മാത്രമേ ഉള്ളൂ. ഒരു മിടുക്കി കുട്ടി. ഇഞ്ചക്ഷൻ എടുക്കാൻ പേടിച്ച് മാറി എന്ന പ്രഭാവതിക്ക് സ്നേഹത്തോട് നിർബന്ധിച്ച് ആദ്യം തന്നെ ഇഞ്ചക്ഷൻ എടുത്ത് കൊടുക്കുന്നുണ്ട്. പതുക്കെ അവർ തമ്മിൽ അങ്ങനെ ഒരു സ്നേഹബന്ധം ഉടലെടുക്കുന്നു. പ്രഭാവതിയുടെ വീട്ടിലും ചെല്ലുന്ന ആദ്യ അമ്മയായിട്ടും പരിചയത്തിലാവുന്നുണ്ട്. പ്രഭാവതിക്ക് എംബ്രോയിഡറി ചെയ്യാൻ അറിയാം. അവളൊരു ചുവന്ന ടവലിൽ ആദ്യ പ്രഭാവതി എന്ന് എംബ്രോയിഡറി ചെയ്ത് ആദ്യക്ക് സമ്മാനിക്കുന്നുണ്ട്. അതുപോലെ അവർ ഫോട്ടോ എല്ലാം എടുക്കുന്നുണ്ട്. ഈ ടവലും ഫോട്ടോയൊക്കെയാണ് ഗൗതമിന് ആദ്യയുടെ വീട്ടിലെ പെട്ടിയിൽ നിന്നും കിട്ടിയത്. ഒരു ദിവസം പ്രഭാവതിയും അതുപോലെ വേറെ 1-2 കുട്ടികളും ക്യാമ്പിൽ കാണാത്തതുകൊണ്ട് അവർ എവിടെയെന്ന് ആദ്യം മറ്റുള്ള കുട്ടികളോട് ചോദിക്കുമ്പോൾ അവർക്ക് അറിയില്ല എന്ന് പറയുന്നു. അങ്ങനെ ആദ്യ പ്രഭാവതിയുടെ വീട്ടിൽ അവൾ അന്വേഷിച്ച് ചെല്ലുന്നു. അവിടെ ചെന്നപ്പോൾ പ്രഭാവതി ആകെ പനിച്ച് ചിക്കൻ ബോക്സ് പോലെ മുഖത്തും ശരീരത്തെല്ലാം ചുമന്ന കുമിളകൾ പോലെ എന്തോ ആയി കിടക്കുകയാണ്. അത് കണ്ട് പേടിച്ച് ആദ്യം ഉടനെ തന്നെ അവൾ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നു. അവിടെ വെച്ച് മറ്റൊരു കുട്ടിയും അതേ അവസ്ഥയിൽ അങ്ങോട്ട് കൊണ്ടുവരുന്ന അവൾ കാണുന്നുണ്ട്. എന്നാൽ നിർഭാഗ്യവശാൽ അവിടെ വെച്ച് ആദ്യയുടെ കയ്യിൽ കിടന്ന് തന്നെ പ്രഭാവതി മരണപ്പെടുന്നു. ആദ്യ സങ്കടം സഹിക്കാൻ കഴിയാതെ അലറി കരയുന്നുണ്ട്. പിന്നീട് പ്രഭാവതിയുടെ ചടങ്ങുകളെല്ലാം കഴിയുന്നു. ആദ്യക്ക് ആ മെഡിക്കൽ ക്യാമ്പിനെ കുറിച്ച് എന്തൊക്കെയോ സംശയം തോന്നുന്നുണ്ട്. രാത്രി സ്കൂളിലെത്തിയ ആദ്യ വേസ്റ്റ് ബാസ്ക്കറ്റിൽ നിന്നും കുട്ടികൾക്ക് ഇഞ്ചക്ട് ചെയ്ത മരുന്നിന്റെ 2 കാലിക്കുപ്പി എടുത്ത് പരിശോധിക്കുമ്പോൾ അതിലൊന്നിലൊരു ചുവന്ന മാർക്കും മറ്റേതിലൊരു പച്ച മാർക്കും കാണുന്നു. ഉടനെ തന്നെ മരുന്ന് വെച്ചിട്ടുള്ള സ്റ്റോർ റൂമിലേക്ക് ചെന്ന് പൊട്ടിക്കാത്ത 2 മരുന്ന് കുപ്പികളും അവൾ എടുത്തു നോക്കുമ്പോൾ അതിലും അതേപോലെ തന്നെ ഒന്നിൽ ചുവന്ന മാർക്കും മറ്റേതിൽ പച്ച മാർക്കും കാണുന്നു. അതേക്കുറിച്ചൊരു ലബോറട്ടറിയിൽ അന്വേഷിച്ചപ്പോൾ അത് രണ്ടും ഒരേപോലെ തോന്നുമെങ്കിലും ഒന്ന് ഡെങ്കിപ്പനിക്ക് കൊടുക്കുന്ന മരുന്നാണെന്നും മറ്റേത് എന്താണെന്ന് അറിയില്ലെന്നും അവർ പറയുന്നു.
അപ്പോഴാണ് ആ മെഡിക്കൽ ക്യാമ്പിൽ അന്ന് ദേഷ്യപ്പെട്ട ഡോക്ടറിനെ അവൾക്ക് ഓർമ്മ വരുന്നത്. ഉടൻ തന്നെ അവൾ അദ്ദേഹത്തെ ഫോണിൽ വിളിച്ച് മെഡിക്കൽ ക്യാമ്പിലെ മരുന്നിനെക്കുറിച്ചൊരു സംശയം ചോദിക്കാൻ വിളിച്ചതാണ് എന്ന് പറയുമ്പോൾ ഉടനെ തന്നെ അദ്ദേഹം അവളോട് തിരിച്ചു ചോദിക്കുന്നുണ്ട്, എത്ര പേർ മരിച്ചുവെന്ന്. അത് കേട്ട് ഞെട്ടുന്ന അവൾ ഡോക്ടറെ നേരിട്ട് കണ്ട് താങ്കൾക്കത് നേരത്തെ അറിയാമായിരുന്നുവെങ്കിൽ എന്തുകൊണ്ടത് തടഞ്ഞില്ലെന്ന് ചോദിക്കുമ്പോൾ, ഞാൻ അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ അവർ എന്നെ കൊന്നുകളഞ്ഞേനെ എന്ന് അദ്ദേഹം അവളോട് മറുപടി പറയുന്നു. നിന്റെ ചോദ്യങ്ങൾക്കെല്ലാം വളരെ എളുപ്പം ഉത്തരം പറയാൻ സാധിക്കില്ല. ആ മെഡിക്കൽ ക്യാമ്പിൽ ഉപയോഗിച്ച മരുന്ന് ജീൻ തെറാപ്പിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വൈറൽ വെക്ടറാണ്. എന്താണ് ജീൻ തെറാപ്പി എന്ന് ആദ്യം ചോദിക്കുമ്പോൾ, ഒരു മനുഷ്യന്റെ DNA എഡിറ്റ് ചെയ്യുന്നതിന് വേണ്ടി വൈറൽ വെക്ടർ വഴി വാക്സിൻ കുത്തിവെക്കുന്നതിനാണ് ജീൻ തെറാപ്പി എന്ന് പറയുന്നതെന്ന് അദ്ദേഹം പറയുന്നു. എന്നാൽ മനുഷ്യരുടെ DNA സ്ട്രക്ചറിൽ മാറ്റം വരുത്തിയാൽ അത് ഭയങ്കരമായ ആപത്താണെന്ന് ചിലർ പറയുമ്പോൾ, ഇത് സക്സസ് ആയാൽ HIV, ക്യാൻസർ പോലെയുള്ള മാരകമായ അസുഖങ്ങൾക്ക് ഗുണം ചെയ്യുമെന്ന് മറ്റു ചിലർ അവകാശപ്പെടുന്നുവെന്നും അദ്ദേഹം പറയുന്നു. അതുപോലെ ഇത് ശരിക്കും സക്സസ് ആയാൽ ഭാവിയിൽ ഗുളികകൾ ഉപയോഗിക്കേണ്ട ആവശ്യം വളരെ കുറയുമെന്നും ഭാവി തന്നെ ജനറ്റിക്സ് ആകുമെന്നും അദ്ദേഹം പറയുന്നു. വലിയ വലിയ കോർപ്പറേറ്റ് കമ്പനികൾ ഇപ്പോൾ ഇതിന്റെ റിസർച്ചിലാണ്. കാരണം ഇത് സക്സസ് ആയാൽ അവർക്ക് കോടിക്കണക്കിന് ഡോളറുകളാണ് ലാഭമായി കിട്ടാൻ പോകുന്നത്. പക്ഷെ ഇതുപോലുള്ള പരീക്ഷണങ്ങൾ പല രാജ്യങ്ങളും നിരോധിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇതുപോലെയുള്ള കമ്പനികൾ ചെറുകിട രാഷ്ട്രങ്ങളിൽ മെഡിക്കൽ ക്യാമ്പുകളുടെയും NGOകളുടെയും മറവിൽ ചെറുപ്രായത്തിലുള്ള പെൺകുട്ടികളിൽ ഈ മരുന്ന് പരീക്ഷണങ്ങൾ നടത്തുന്നു. ഇതെല്ലാം ചെയ്യുന്നതിന്റെ പിന്നിൽ ഒരു വലിയ നെറ്റ്വർക്ക് തന്നെയുണ്ട്. അതിനെക്കുറിച്ചെല്ലാം അറിയാൻ ശ്രമിച്ചാൽ നിനക്ക് ഹാർട്ട് അറ്റാക്ക് തന്നെ വരും. അതുകൊണ്ട് ജീവൻ വേണമെങ്കിൽ ഇതിലൊന്നും തലയിടാതെ മാറി നിൽക്കുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞ് ഡോക്ടർ അവിടെ നിന്നും പോകുന്നു. ഇതറിഞ്ഞ് എസ്തറും ഇതിന്റെ പുറകൊന്നും പോകണ്ട എന്ന് ആദ്യ ഉപദേശിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും കേൾക്കാത്ത ആദ്യ ഇതിനെക്കുറിച്ച് ഒരുപാട് വിവരങ്ങൾ ശേഖരിച്ച് അതെല്ലാം അവൾ സ്കൂളിലെ പ്രിൻസിപ്പളിനെ ഏൽപ്പിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പൂർവ്വ വിദ്യാർത്ഥിയാണ് ജില്ലാ കളക്ടർ. അദ്ദേഹത്തിന് ഈ വിവരങ്ങൾ നാളെ തന്നെ കൈമാറാമെന്ന് പ്രിൻസിപ്പൾ അവൾക്ക് ഉറപ്പുകൊടുത്ത് ആ ഫയൽ അദ്ദേഹത്തിന്റെ ഷെൽഫിൽ വെക്കുന്നുണ്ട്. അവിടെ നിന്ന് തിരിച്ചു പോകുന്ന വഴിക്ക് അസിസ്റ്റന്റ് വില്ലൻ ആദ്യ തടഞ്ഞു നിർത്തി നിനക്ക് ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെട്ടാൽ കൊന്നുകളയെന്ന് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. എന്നാൽ അടുത്ത ദിവസം ആ പ്രിൻസിപ്പൽ മരണപ്പെടുന്നു. കുളിമുറിയിൽ തലയിടിച്ച് വീണതാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. പക്ഷെ ആദ്യ കൊടുത്ത ഫയൽ അവിടെ നിന്നും കാണാതെ പോയിരുന്നു. ഇതെല്ലാം അറിഞ്ഞ എസ്തർ ആദ്യയോട് ഇതെല്ലാം നിർത്തി നീ തിരിച്ചു പോകും, അല്ലെങ്കിൽ അവർ നിന്നെയും കൊല്ലും എന്ന് പറഞ്ഞ് അവളെ വീണ്ടും പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ വേണ്ട എന്ന് പറഞ്ഞ കുട്ടിയെ നിർബന്ധിച്ച് ഞാൻ തന്നെയാണ് ആ മരുന്ന് കുത്തിവെച്ചത്. അതുപോലെ വേറെ എത്രയോ കുട്ടികൾ. എനിക്കതൊന്നും മറക്കാൻ പറ്റില്ല. എന്നെ കൊന്നാലും കുഴപ്പമില്ല, സത്യങ്ങളെല്ലാം ഞാൻ പുറത്തു കൊണ്ടുവരും. നിനക്ക് പേടിയാണെങ്കിൽ നീ പൊയ്ക്കോ എന്ന് പറഞ്ഞ് ആദ്യ പോകാൻ തുടങ്ങുമ്പോൾ അവളെ പിടിച്ചു നിർത്തി എസ്തർ ആര്യയെ ഫോൺ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ആദ്യയോട് എൻ്റെ ഒരു സുഹൃത്തിന് മുകളിലെല്ലാം നല്ല പിടിപാടുണ്ട്, അദ്ദേഹം സഹായിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് രാത്രി 7 മണിക്ക് പാരഡൈസ് റിസോർട്ടിൽ ഒരു ഇവന്റ് നടക്കുന്നുണ്ട്, അവിടെ വെച്ച് കാണാമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എന്ന് എസ്തർ ആദ്യയോട് പറയുന്നു. അങ്ങനെ അന്ന് രാത്രി പാരഡൈസ് റിസോർട്ടിൽ നടന്ന ആ ഇവന്റിലേക്ക് അവർ രണ്ടുപേരും വരുന്നു. ആദ്യം അവിടെ ഇരുത്തിയിട്ട് എസ്തർ അദ്ദേഹത്തെ തിരിഞ്ഞെങ്കിലും അവിടെ ഒന്നും കാണാൻ കഴിഞ്ഞില്ല. ഫോൺ ചെയ്തിട്ട് എടുക്കുന്നുമില്ല. കുറച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ നമ്പറിൽ നിന്നും തിരിച്ച് എസ്തറിനെ വേറെ ആരോ ഫോൺ ചെയ്ത് പറയുന്നു അവൾ കാണാൻ വന്ന ആൾക്ക് ഒരു ആക്സിഡന്റ് പറ്റിയെന്ന്. അവൾ നിരാശയോടെ ഫോൺ വെച്ച് തിരിഞ്ഞു നോക്കുമ്പോഴേക്കും ആദ്യം അവിടെ ഒന്നും കാണാനില്ല. അവളെ അന്വേഷിച്ച് നടന്ന എസ്തർ കാണുന്നത് 2 പേർ അവളുടെ ഒപ്പം വേറൊരുത്തി കൂടി ഉണ്ടായിരുന്നു, അവളെയും കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞ് എസ്തറിനെ അന്വേഷിച്ച് നടക്കുന്നതാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ പേടിച്ച് ആദ്യം അവിടെ വിട്ട് ഞാൻ എങ്ങനെയൊക്കെയോ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോന്നു എന്ന് കരഞ്ഞുകൊണ്ട് ഗൗതത്തിനോട് പറയുന്ന എസ്തറിനെ കാണിച്ച് ഫ്ലാഷ് ബാക്ക് അവസാനിക്കുന്നു. അടുത്ത സീനിൽ വെറും 3 ദിവസം മാത്രം പരിചയമുള്ള ഒരു കുട്ടിക്ക് വേണ്ടി ആദ്യം സ്വന്തം ജീവൻ വരെ പണയം വെച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇതിന് പിന്നിലുള്ള എല്ലാവരെയും അത് എത്ര വലിയവനായാലും പുറത്തു കൊണ്ടുവരണം, ആദ്യയുടെ ആഗ്രഹം നിറവേറ്റണം എന്ന് ഗൗതം അവൻ്റെ ബോസിനോട് പറയുന്നു. ഇത്രയും ആളുകളെല്ലാം കൊന്നിട്ടും നിന്നെ മാത്രം കൊല്ലാതെ വിട്ടിട്ടുണ്ടെങ്കിൽ അവന്മാർക്ക് ഉറപ്പാണ് നിന്റെ കയ്യിൽ ഒരു തെളിവും ഇല്ല എന്ന്. തെളിവില്ലാതെ നിനക്കിതിലൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് ബോസ് പറയുമ്പോൾ എന്തുകൊണ്ട് പറ്റില്ല എന്ന് ചോദിച്ച് ഗൗതം ദേഷ്യത്തിൽ മേശയിൽ അടിക്കുന്നു. എനിക്ക് സ്വപ്നത്തിൽ വന്ന എല്ലാ കാര്യങ്ങൾക്കും ഒരു കാരണമുണ്ട്. ആദ്യം എന്നോട് എന്തോ പറയാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ എനിക്കത് കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല, ഞാൻ ശരിക്കും ഫോക്കസ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് അവൻ ഭിത്തിയിൽ ഒട്ടിച്ചു വെച്ചിരുന്ന ജാവേദ് അലിയുടെ മകൻ വരച്ച പടങ്ങളെല്ലാം എടുത്തുകൊണ്ട് വരുന്നുണ്ട്. അതിലുള്ള സിമ്പൽ എല്ലാം എവിടെയോ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ് ലാപ്ടോപ്പ് തുറന്ന് അതിൽ റിസോർട്ടിൽ നടന്ന ഇവന്റിൽ വന്ന ആദ്യയുടെ വീഡിയോ ചെക്ക് ചെയ്യുമ്പോൾ അവളുടെ കയ്യിലുള്ള ബ്രേസ്ലെറ്റിലുള്ളതായിരുന്നു ആ സിമ്പൽ എല്ലാം എന്ന് അവൻ കണ്ടുപിടിക്കുന്നു. ഈ ബ്രേസ്ലെറ്റിൽ എന്തോ ഉണ്ട്, ഇത് കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം എവിടെയാണെന്ന് കണ്ടുപിടിക്കണം. ആദ്യം കണ്ടുപിടിക്കണമെങ്കിൽ എനിക്ക് വീണ്ടും ആ സ്വപ്നം വരണം. നാളെ പൗർണമി, അതേ 118-ാം നമ്പർ മുറിയിൽ നാളെ കിടന്നാൽ എനിക്ക് വീണ്ടും ആ സ്വപ്നം വരും എന്ന് ഗൗതം പറയുമ്പോൾ സ്വപ്നം വന്നാൽ ആദ്യം എവിടെയുള്ളതെന്ന് എങ്ങനെ അറിയാൻ പറ്റും? അത് സ്വപ്നം, ഇത് റിയൽ എന്ന് കൂട്ടുകാർ അവനോട് പറയുമ്പോൾ അവന് സ്വപ്നങ്ങളെപ്പറ്റി പഠനം നടത്തുന്ന ആ ഡോക്ടറിന് ഓർമ്മ വരുന്നു. ഉടനെ തന്നെ അവരെല്ലാവരും ആ ഡോക്ടറെ കാണാനായിട്ട് ആശുപത്രിയിലേക്ക് ചെന്നിട്ട് ഡോക്ടറോട് എനിക്ക് എൻ്റെ സ്വപ്നത്തിന്റെ ഉള്ളിൽ പോയി അവിടെ നടക്കുന്ന കാര്യങ്ങൾ അറിയാൻ പറ്റുമോ എന്ന് ഗൗതം ചോദിക്കുന്നു. സാധിക്കും, അതിന്റെ പേരാണ് ലൂസിഡ് ഡ്രീമിംഗ്. ഉറക്കത്തിന്റെയും ഉണർന്നിരിക്കുന്നതിന്റെയും ഇടയിലുള്ള സമയമാണത്. നിന്റെ ബോഡി മാത്രം ഉറക്കത്തിലായിരിക്കും, പക്ഷേ മൈൻഡ് ഉണർന്നിരിക്കും. നിന്റെ സ്വപ്നത്തിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം നിനക്ക് കാണാനും കേൾക്കാനും കഴിയും. പക്ഷേ 10 മിനിറ്റിന് മുകളിൽ ആ അവസ്ഥയിലിരുന്നാൽ അപകടമാണെന്ന് ഡോക്ടർ മറുപടി പറയുന്നു. അതൊന്നും സാരമില്ല, ഞാൻ റെഡിയാണ് എന്ന് പറയുന്ന ഗൗതമിന് അദ്ദേഹം അതിനുവേണ്ടിയുള്ള മരുന്ന് കുത്തിവെക്കുന്നു.
ചോദിക്കുന്നു. അതിനു മുമ്പ് അദ്ദേഹം കാര്യങ്ങളെല്ലാം അവനോട് വിശദീകരിക്കുന്നുണ്ട്. അവന്റെ തലയിൽ കുറെ വയറുകൾ ഘടിപ്പിച്ചിട്ടുണ്ട്. അതെല്ലാം അദ്ദേഹത്തിന്റെ ഒബ്സർവേഷന് വേണ്ടി മാത്രമുള്ളതാണ്. നീ ഇങ്ങോട്ട് എത്തിയ സമയത്തുള്ള കാര്യങ്ങൾ ഓർത്ത് ഫോക്കസ് ചെയ്യുക. അത് നിനക്ക് സ്വപ്നത്തിൽ വരും. ഇപ്പോൾ നിന്റെ വാച്ചിലെ സെക്കൻഡ് സ്വിച്ച് ഓടുന്നുണ്ട്. എന്നാൽ നീ സ്വപ്നത്തിൽ പോയി കഴിഞ്ഞാൽ അത് ഓടില്ല. അതാണ് നീ സ്വപ്നത്തിലാണ് എന്ന് തിരിച്ചറിയാനുള്ള വഴി. അതുപോലെ 1 മിനിറ്റ് സമയം ഞാൻ ഇപ്പോൾ അലാറം വെക്കുന്നുണ്ട്. അതാണ് സ്വപ്നത്തിൽ നിന്നും വെളിയിൽ വരാനുള്ള വാണി. അങ്ങനെ അവൻ പതുക്കെ മയക്കത്തിലേക്ക് പോകുന്നു. മയക്കത്തിൽ അവൻ ആശുപത്രിയിലേക്ക് കയറി വന്നപ്പോൾ ഉണ്ടായ സമയത്തിലേക്ക് ചെല്ലുന്നു. അവിടെ അവൻ കയറി വരുമ്പോൾ ഒരു ഡോക്ടറുടെ ദേഹത്ത് അറിയാതെ തട്ടുന്നുണ്ട്. അദ്ദേഹത്തോട് സോറി എന്ന് പറഞ്ഞിട്ടാണ് അകത്തേക്ക് വന്നത്. അതെല്ലാം അവൻ സ്വപ്നത്തിൽ നേരിട്ട് കാണുന്നു. പെട്ടെന്ന് അലാം കേട്ട് അവൻ ഉണരുന്നു. സന്തോഷത്തിൽ മരുന്ന് മേടിച്ച് അവിടെ നിന്ന് പോകാൻ തുടങ്ങുന്ന ഗൗതത്തിനോട് ഡോക്ടർ സ്വപ്നത്തിൽ നടക്കുന്ന കാര്യങ്ങൾ കഴിഞ്ഞു പോയതാണ്, ഒരിക്കലത് മാറ്റുവാനായിട്ട് ശ്രമിക്കരുത് എന്ന് വാണിംഗ് കൊടുക്കുന്നു. അടുത്തത് കാണിക്കുന്നത് സൈക്കോവിലിനെ ഫോൺ ചെയ്യുന്ന അപ്പൂപ്പൻ വില്ലിനെയാണ്. FD അപ്രൂവലിന് ഇനി കുറച്ച് നാളുകളേ ഉള്ളൂ. എൻ്റെ എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റ് ഇതിലാണ്. നിന്നെ ഏൽപ്പിച്ച കാര്യം എത്രയും വേഗം ചെയ്യണം എന്ന് പറയുന്നു. സൈക്കോവില്ലൻ ഉടനെ തന്നെ ചെയ്യാം എന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കുന്നു. അടുത്ത സീനിൽ അവനും അസിസ്റ്റന്റ് വില്ലനും റിസോർട്ടിലേക്ക് പോകുന്ന ഗൗതമിനെ ഫോളോ ചെയ്യുന്നു. വെടിവെപ്പ്, ചേസിങ്, ആകെ ബഹളം. ഇതിനിടയിൽ അസിസ്റ്റന്റ് വില്ലന്റെ വണ്ടി ഒരു പോസ്റ്റിൽ ഇടിച്ചു കയറി അവൻ മരിക്കുന്നുണ്ട്. അവിടെ നിന്നും എങ്ങനെയോ രക്ഷപ്പെട്ട് റിസോർട്ടിലെത്തി മുറിയിലേക്ക് കയറാൻ തുടങ്ങിയതും സൈക്കോവിലിൻ അങ്ങോട്ട് വന്ന് ഗൗതമിനെ ഷൂട്ട് ചെയ്യുന്നു. ഭാഗ്യത്തിന് അവൻ്റെ കയ്യിലാണ് വെടികൊണ്ടത്. അവിടെ വെച്ച് വെടികൊണ്ട കൈയുമായി വില്ലനെ ഗൗതം ഇടിച്ചു തോൽപ്പിക്കുന്നു. എന്നിട്ട് മുറിയിൽ കയറി കതകടച്ച് മരുന്ന് കുത്തിവെച്ച് മയങ്ങി സ്വപ്നത്തിലേക്ക് പോകുന്നു. സ്വപ്നത്തിൽ അവൻ അന്ന് നടന്ന ഇവന്റിലേക്കാണ് ചെല്ലുന്നത്. അവിടെ അവൻ ആദിയെയും എസ്തറിനെയും കാണുന്നു. അപ്പോഴാണ് അവൻ അറിയുന്നത് എസ്തർ പറഞ്ഞ ആ ആൾ അവൻ്റെ കൂട്ടുകാരൻ സിദ്ധാർത്ഥായിരുന്നു എന്ന്. ഗൗതവും ആ ഇവന്റിൽ അന്ന് അവിടെ എത്തിയിരുന്നു. പക്ഷേ സിദ്ധാർത്ഥിന് ആക്സിഡന്റ് ആയി എന്നറിഞ്ഞ് അവൻ അതിൽ പങ്കെടുക്കാതെ പെട്ടെന്ന് അവിടെ നിന്നും പോയിരുന്നു. അപ്പോഴാണ് രഘുറാം ആദിയുടെ അടുത്തെത്തി നിങ്ങളോടൊന്ന് സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞ് അവളെയും കൂട്ടി 118 നമ്പർ മുറിയിലേക്ക് പോകുന്നു കാണുന്നത്. പുറകെ നമ്മുടെ അപ്പൂപ്പൻ വില്ലനും ഗ്യാങ്ങും ആ മുറിയിലേക്ക് വരുന്നുണ്ട്. അസിസ്റ്റന്റ് വില്ലൻ അവൾക്കിട്ടൊന്ന് പൊട്ടിച്ചിട്ട് അവളുടെ ബാഗ് വാങ്ങി പരിശോധിക്കുമ്പോൾ അതിൽ അവർ ചെയ്യുന്ന മെഡിക്കൽ പരീക്ഷണങ്ങളുടെ എല്ലാ ഡീറ്റെയിൽസ് ഉണ്ടായിരുന്നു. അതുകണ്ട് ദേഷ്യം വന്ന അസിസ്റ്റന്റ് വില്ലൻ അവളെ വീണ്ടും അടിക്കാനായി പോകുമ്പോൾ അവനെ തടഞ്ഞിട്ട് അപ്പൂപ്പൻ വില്ലൻ അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പരീക്ഷണങ്ങളെക്കുറിച്ച് അവളോട് വിശദീകരിക്കുന്നുണ്ട്. എൻ്റെ കമ്പനിയാണ് അലാൻഡ ജനറ്റിക് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് കമ്പനി. ഞാൻ അതിൽ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാം നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് നീ ഇതിൻ്റെ ഇടയിൽ വന്ന് എല്ലാം കുളമാക്കിയത്. ഈ ആളുകളെല്ലാം വെറുതെ ജീവിച്ചിരുന്നിട്ട് എന്താണ് ഗുണം? ഇവർക്കെല്ലാം ഒരു തരത്തിൽ അർത്ഥമുള്ള മരണമാണ് ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. 6 മാസം മുമ്പ് 40 പേർ മരിച്ചത് ഡെങ്കിപ്പനി മൂലമാണെന്നാണ് എല്ലാവരും വിചാരിച്ചിരിക്കുന്നത്. പക്ഷേ അത് ചെയ്തത് ഞാനാണ്. കുറച്ചു പേര് നല്ലതായിരിക്കുന്നതിന് കുറച്ചു പേർ മരിക്കണം. കൊലാട്രൽ ഡാമേജ്, അത്രയേ ഉള്ളൂ. അടുത്ത വർഷം ഈ മരുന്ന് മാർക്കറ്റിൽ വരും. പക്ഷേ അത് കാണാൻ നീ ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ ദൈവീയത് എന്നെ കൊല്ലരുത് എന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കില്ല. അങ്ങനെ കിട്ടുന്ന ജീവിതത്തിന് ഒരു വിലയും ഉണ്ടാവില്ല. ഞാൻ മരണത്തിന് ഭയക്കുന്നുമില്ല. പക്ഷേ നിങ്ങളോടൊരു അപേക്ഷയുണ്ട്. ഇനിയെങ്കിലും ഇത് നിർത്തണം എന്ന് ആദ്യ അപ്പൂപ്പൻ വില്ലനോട് പറയുന്നു. എന്നാൽ അവളെ കൊന്നു കളഞ്ഞേക്ക്, തെളിവുകളൊന്നും അവശേഷിപ്പിക്കരുത് എന്ന് അസിസ്റ്റന്റ് വില്ലനോട് അപ്പൂപ്പൻ വില്ലൻ പറയുന്നു. നിങ്ങൾക്ക് എന്നെ കൊല്ലാൻ കഴിഞ്ഞേക്കുമായിരിക്കും. പക്ഷേ നിങ്ങളെ തടയണമെന്ന എൻ്റെ ചിന്ത ഇതിന് ശേഷം ഇവിടെ തന്നെ ഉണ്ടാവും. ആ ഓർമ്മകൾക്ക് മരണമില്ല എന്ന് ആദ്യ പറയുന്നത് കേട്ട് അയാൾ പുറത്തേക്ക് പോകുന്നു. അസിസ്റ്റന്റ് വില്ലൻ ആദ്യം അടിച്ചു വീഴ്ത്തുന്നുണ്ട്. അവളുടെ ലാപ്ടോപ്പ് കൊണ്ട് തന്നെ അവളുടെ തല അടിച്ചു പൊട്ടിക്കുന്നു. അവൾ കൊണ്ടുവന്ന എവിഡൻസ് പേപ്പറുകളെല്ലാം കത്തിച്ചു കളയുന്നു. ഇതെല്ലാമാണ് ആദ്യം ഗൗതം സ്വപ്നത്തിൽ കണ്ടത്. അങ്ങനെ ആദ്യം മരിക്കുന്നു. അവർ ആ കാർപ്പറ്റിൽ ചുറ്റി പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ കൂടെയുള്ളവരോട് അസിസ്റ്റന്റ് വില്ലൻ അവളുടെ കാർ ആ പാറക്കെട്ടിൽ നിന്ന് താഴേക്ക് തള്ളിയിട്ടേക്കെന്ന് പറയുന്നുണ്ട്. അതേസമയം ഗൗതമിന്റെ സ്വപ്നത്തിന്റെ 10 മിനിറ്റ് ആകാറായി എന്നുള്ള അലാം കേൾക്കുന്നുണ്ട്. അവൻ പെട്ടെന്ന് പുറത്തു വന്ന് ആദ്യം കൊണ്ടുപോയ വില്ലന്മാരുടെ പുറകെ ഓടിയെത്തുന്നുണ്ട്. അവളെ പുറത്ത് ഒരു വാട്ടർ ഫൗണ്ടന്റെ പണി നടക്കുന്നുണ്ടായിരുന്നു. അതിന്റെ പുറകിൽ കുഴിച്ചിടുന്നു. അത് കാണിച്ചു കഴിഞ്ഞതും ഗൗതം സ്വപ്നത്തിൽ നിന്ന് ഉണരുന്നു. മുറിക്ക് പുറത്തു വന്ന ഗൗതം മേഘയോടും കൂട്ടുകാരനോടും ആദ്യ ശരിക്കും എന്നെ കാണുവാനായിരുന്നു അന്ന് റിസോർട്ടിലേക്ക് വന്നത്. സിദ്ധാർത്ഥ് എന്നെ വിളിച്ചത് ആദ്യം കാണാൻ വേണ്ടിയിട്ടായിരുന്നു. അന്ന് അവൾക്ക് എന്നെ കാണുവാൻ പറ്റിയിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു എന്ന് പറഞ്ഞ് അവൻ ആ വാട്ടർ ഫൗണ്ടന്റെ അടുത്തേക്ക് എത്തി സങ്കടത്തോടെ നിൽക്കുന്നു. പിന്നീട് പോലീസുകാർ അവിടെ കുഴിച്ച് ആദിയുടെ അസ്ഥികൂടം പുറത്തെടുക്കുന്നുണ്ട്. അതിൽ നിന്നും ആദിയുടെ ബ്രേസ്ലെറ്റ് അവർക്ക് കിട്ടുന്നു. അതിലൊരു USB ഡ്രൈവ് ഉണ്ടായിരുന്നു. ആ ഡ്രൈവിൽ സംഭവിച്ച എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുള്ള ആദിയുടെ വീഡിയോ ഉണ്ടായിരുന്നു. ഗൗതം അത് അവന്റെ ചാനലിൽ കൂടി പുറത്തുവിടുന്നു. പോലീസുകാർ ഇതിന്റെ പുറകിലുണ്ടായിരുന്ന എല്ലാവരും അറസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇത് കണ്ട അപ്പൂപ്പൻ വില്ലൻ വെടിവെച്ച് ആത്മഹത്യ ചെയ്യുന്നു. അടുത്ത പൗർണമി ദിവസം ഗൗതമിന്റെയും മേഘയുടെയും കല്യാണം കഴിഞ്ഞു. മേഘയോടൊപ്പം ഉറങ്ങിക്കിടന്ന ഗൗതം സ്വപ്നത്തിൽ ആദ്യയെ കാണുന്നു. സംതൃപ്തിയോടെ ഒരു പുഞ്ചിരി അവന് സമ്മാനിച്ച് അവൾ അപ്രത്യക്ഷയാവുന്നുണ്ട്. അത് കണ്ട് പുഞ്ചിരിക്കുന്ന ഗൗതമിനെ കാണിച്ചുകൊണ്ട് ഈ സിനിമ അവസാനിക്കുന്നു. ദി എൻഡ്. കഥ പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ അതിന്റെ കാരണം ദയവായി ഒന്ന് കമന്റ് ചെയ്യണേ. ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ ആ സബ്സ്ക്രൈബ് ബട്ടണിൽ രേഖപ്പെടുത്തി ഈ ചാനൽ വിജയിപ്പിക്കണമേ എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. എൻ്റെ ഇൻസ്പിറേഷൻസ് ഒരു കഥ സൊല്ലുട്ടുമാ സാർ, ശ്രീ അനൂപ് ഗോവിന്ദൻ, ടിസ് മലയാളി, ഇൻസൈഡ് മൂവി പ്ലസ്, മല്ലു എക്സ്പ്ലെയിനർ ഇവർ എനിക്കുള്ള ആശംസാ കമൻറ്റുമായി എത്തുമെന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ നിർത്തട്ടെ.
സങ്കടങ്ങളിൽ തളർന്നു പോകാതിരിക്കുക. ഞാനുണ്ടാവും നിങ്ങളുടെ കൂടെ. ഒരുപാട് സ്നേഹത്തോടും നന്ദിയോടും. ടാറ്റാ.